وعليكم السلام ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، ما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشراحه ولمحشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. മാഷാ അല്ലാഹ്, കുറെ നേരായിട്ട് ആലൂരാജി നേരത്തെ നമ്മളെ അൻവർ അഹമ്മദ് വന്ന് അയാളുമായിട്ട് കുറെ സമയം ആലൂരാജി പടവെട്ടി. അവസാനം അൻവർ മുങ്ങി. ഇപ്പോഴും ബഹുമാനപ്പെട്ട ആലൂരാജി എന്ന് പറഞ്ഞേക്ക് കുറച്ചൊരു ഹിക്മത്ത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അല്ലഞ്ഞാല് പണ്ട് പേരോട് ഉസ്താദൊക്കെ പറയും പോലെ നമ്മള് ഖബറാളികളും ഓല് മുങ്കർണക്കീറുമായിട്ട് ഓലിങ്ങനെ ചോദിക്കുക, നമ്മളിങ്ങനെ പറയാന്നുള്ള ആ അവസ്ഥയാണ് മാറിയിട്ട് ഒന്ന് രണ്ട് ചോദ്യം തിരിച്ചു ചോദിച്ചാൽ പോയ വയ്യ കാണൂല. അതിനുള്ളൊരു ഹിക്മത്തെ നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. അല്ലാഹു തആല ഹക്കായ മാർഗമാവുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവിധ ബാത്തിലിനെയും ബാത്തിലായി മനസ്സിലാക്കി അത് കൈവെടിഞ്ഞ് ജീവിച്ച് മരിച്ച് സ്വാലിഹീങ്ങളോടൊന്നിച്ചൊരുമിച്ച് കൂടി റബ്ബിന്റെ ലിഖാഹ് കാണാൻ അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നലെ ഒരു ഇബാറത്ത് കുറഞ്ഞൊരു അവ്യക്തത വന്ന് അവിടെ ആശയം പറഞ്ഞ് ഇബാറത്ത് പൂർത്തിയാക്കാതെ പോയതായിരുന്നു. ആരൂരിന് ഓർമ്മ ഉണ്ടോ? ആരൂരെ ആ ഇബാറത്തില് ഒരു ഇല്ല അച്ചടിയിൽ നഷ്ടപ്പെട്ടു പോയതാണ്. അതില്ലാതെ എങ്ങനെയായാലും ആ ആശയം ആ ഇബാറത്തിൽ നിന്നിട്ട് കിട്ടൂല. മനസ്സിലായോ? ആരൂരിന്റെ അടുത്ത് കിതാബ് ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കോളി. അവിടെ വലൗലം യഅലമിൽ മൗമൂമു സുജൂദഹു ഇല്ലാ ബഅദ റഫ്ഇ റഅസിഹി മിനസ് സുജൂദി ലം തബ്തുൽ സ്വലാത്തുഹു വലാ യസ്ജുദു എന്ന വളരെ വ്യക്തമായ മാനയാണ്. ഒട്ടും അവ്യക്തതയില്ല. പക്ഷെ ആ ഇല്ല അവിടെ ഇല്ലാതിരുന്നാൽ ആകെ കൺഫ്യൂഷൻ ആകുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ആ ഇല്ല എഴുതി കൊടുക്കണം, അത് നിർബന്ധം. അപ്പൊ അങ്ങനെ വളരെ അർത്ഥം അവ്യക്തം തന്നെ അവിടെ, പിന്നെ അവ്യക്തത ഒന്നുമില്ല. അതായത് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഇമാമ് സുജൂദ് ചെയ്യുമ്പോൾ മൗമൂമ് സുജൂദ് ചെയ്യാതിരുന്നാൽ നിസ്കാരം ബാത്തിലാവും എന്ന് പറഞ്ഞു. അറിയാതെ ആണെങ്കിലോ ബാത്തിലാവില്ല, സുജൂദും ചെയ്യണ്ട, അതാ പറഞ്ഞേ. വലൗലം യഅലമിൽ മൗമൂമു, മൗമൂമ് അറിഞ്ഞിരുന്നില്ലെങ്കിൽ, എന്തറിഞ്ഞിരുന്നില്ലെങ്കിൽ, സുജൂദഹു ഇമാമ് സുജൂദ് ചെയ്ത സംഗതി, ഇമാമ് സുജൂദ് ചെയ്തു എന്ന കാര്യം, ഇമാമ് സുജൂദ് ചെയ്തു എന്ന കാര്യം മൗമൂം അറിഞ്ഞില്ല. എപ്പോഴല്ലാതെ അറിഞ്ഞില്ല? ഇല്ല ബഅദ റഫ്ഇ റഅസിഹി മിനസ് സുജൂദി, ഇമാമ് സുജൂദിൽ നിന്നും തല ഉയർത്തിയതിന്റെ ശേഷമല്ലാതെ അറിഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ ഇയാൾ അറിഞ്ഞപ്പോക്ക് ഇമാമ് സുജൂദ് തല ഉയർത്തിന് കഴിഞ്ഞുപോയി. അപ്പൊ ഇമാമ് സുജൂദ് പോയ സംഗതി അറിഞ്ഞിട്ടില്ല. അറിയാതെ സുജൂദ് ചെയ്യാൻ നഷ്ടപ്പെട്ടു എന്നർത്ഥം. എന്നാൽ അതുകൊണ്ട് ലം തബ്തുൽ സ്വലാത്തുഹു, മൗമൂമിന്റെ നിസ്കാരം ബാത്തിലാവില്ല. കാരണം എന്താ? അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഇമാമിനെ തൊട്ട് പിന്തിയാലേ ബാത്തിലാവുള്ളൂ. ഇവിടെ സംഭവം അറിയാതെ പറ്റിപ്പോയതാണല്ലോ. എന്നാ സെഹ്വല്ലേ, സുജൂദ് ചെയ്യണ്ടേ? അതിന് പറയുന്നു വലാ യസ്ജുദു, സുജൂദും ചെയ്യേണ്ട. കാരണം എന്താ? ഇമാമിനോട് തുടർച്ച നിലനിൽക്കുന്ന സമയത്ത് സംഭവിച്ച സെഹ്വ് ആയതുകൊണ്ട് അത് ഇമാമ് ചുമക്കും. അപ്പോ നിസ്കാരം ബാത്തിലാവില്ല, സുജൂദ് ചെയ്യേണ്ടതുമില്ല അറിയാതെയാണെങ്കിൽ. അപ്പോൾ ഇല്ലാ ബഅദ റഫ്ഇ റഅസിഹി മിനസ് സുജൂദി എന്ന് ഇല്ലുണ്ട്. ആ ഇല്ലുണ്ടായാൽ മാന വ്യക്തം. മനസ്സിലായില്ലേ? അപ്പോ
പണ്ടെന്നെ ഇമാമിങ്ങൾ ഒരു കാര്യം പറഞ്ഞിന്, കിതാബ് നന്നായി തെറ്റില്ലാത്ത ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ അടുത്തുനിന്ന് ഓതി പിഴവ് തീർത്ത് ശരിയാണെന്ന് ഉറപ്പുവരുത്തിയ ഒരു കിതാബുമായി ഒത്തുനോക്കണം എന്ന്. അതൊക്കെ പറഞ്ഞ ഓർമ്മയില്ല ആരുടെ? കാബിൽ കിതാബക ഖബല വഖതി മുതാലഅ ബിസഹീഹി കുതുബിൻ വാദിഹിൻ ഖദ് ഉവ്വിലാ. കാബിൽ കിതാബക, നിന്റെ കിതാബിനെ നീ ഒത്തുനോക്കിക്കോ. കബില വഖതി മുതാല ചെയ്യുന്നതിന് മുമ്പ് നല്ല ദർസ് നടത്താനൊക്കെ ഇറങ്ങണതിന് മുമ്പ് കിതാബ് ഒന്ന് ഒത്തുനോക്കണം. എന്തിനോട്? ബിസ്വഹീഹി കുതുബിൻ, തെറ്റില്ലാത്ത സഹീഹായ കിതാബുമായി ഒത്തുനോക്കണം. വെറും സഹീഹ് എന്ന് പറഞ്ഞാൽ പോരാ, ഖദ് ഉവ്വില എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കിതാബ് നന്നായിട്ട് അറിവുള്ള ഉസ്താദന്മാരിൽ നിന്നിട്ടും അടിസ്ഥാനമാക്കപ്പെട്ടത് പറഞ്ഞാൽ ആ ഉസ്താദിന്റെ അടുത്ത് നിന്ന് ഓതി തെറ്റ് തീർത്തതും ഉസ്താദ് ശരിവെച്ചതുമായ ഒരു കിതാബുമായി ഒത്തുനോക്കിക്കൊള്ളണം എന്ന് ബഹുമാനപ്പെട്ട മഹ്ദൂമ് തങ്ങള്. അങ്ങനെ ഔസജദ ഹുവദൂനോ കഴിഞ്ഞു. ബത്തലത്തു സ്വലാത്തു, മൗമൂമ് സുജൂദ് ചെയ്തില്ല, ഇമാം ഒറ്റയ്ക്ക് ചെയ്തു. അല്ലെങ്കിൽ ഇമാം സുജൂദ് ചെയ്തില്ല, മൗമൂം ഒറ്റയ്ക്ക് ചെയ്തു. എന്നാൽ നിസ്കാരം ബാത്തിലാവുന്ന പറഞ്ഞാൽ എപ്പോഴാണ്? അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വമാണെങ്കിലാണ്. ഇനി അതിന്റെ ഓപ്പോസിറ്റാ പറയുന്നത്, വലൗലമ്യഅലമിൽ മൗമൂമു സുജൂദഹു ഇല്ലാ ബഅദ റഫഇ റഅസിഹി മിന സുജൂദീൻ. ഇമാം സുജൂദിൽ നിന്ന് തല ഉയർത്തിയതിനു ശേഷമാണ് മൗമൂം എന്തറിയുന്നത്? ഇമാം ഇങ്ങനെ സുജൂദ് പോയിട്ടുണ്ട് എന്ന സംഗതി അറിയുന്നത്. എന്നാ പിന്നെ ഇനി രണ്ടാമത് സുജൂദ് ചെയ്യേണ്ട, കാരണം ഇമാമിന്റെ സുജൂദ് കഴിഞ്ഞല്ലോ. മനഃപൂർവ്വം അല്ലാതെ സംഭവിച്ചത് കൊണ്ടിട്ട് എന്ത് വേണ്ട? അവിടെ സുജൂദ് അല്ല, നിസ്കാരം ബാത്തിലാവൂല. പിന്നെ തുടർച്ചയുടെ സമയത്തായതുകൊണ്ട് സേവിന്റെ സുജൂദും വേണ്ട. അവിടെ ആരും ഇല്ല, നഷ്ടപ്പെട്ടു പോയതാ. അപ്പൊ കിതാബ് വെച്ച് ഒത്തു നോക്കിയിട്ട് വേണം നരെ ഉറപ്പുവരുത്താൻ കഴിയുള്ളൂ എന്നർത്ഥം. കാരണം ഇത് പ്രിന്റ് ചെയ്യുമ്പോഴും എഴുതുന്ന സമയത്തും പലപ്പോഴും തെറ്റ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ആട്ടെ, ഞാൻ കഴിഞ്ഞു. പിന്നെ എന്താ നോക്കി പറയാന്ന് അറിഞ്ഞതാ. നോക്കിയപ്പോ ദർസിന്റെ ഇടയിൽ നോക്കിയാൽ അത് ശരിയാവില്ല. അതുകൊണ്ടാണ് പിന്നെ നോക്കിയിട്ട് അവിടെ ഇല്ല എന്ന ഒന്ന് വിട്ടുപോയതാണ്. അത് വിട്ടാൽ ഓക്കെ, ശരി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമുക്ക് പാടത്തേക്ക് വരാം. ഇനി നിസ്കാരം ബാത്തിലാവുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് ഓതാനുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വബിഹി നസ്തഈൻ. ഫസ്ലുൻ ഫീ മുബ്തിലാത്തി സ്വലാത്തി. നിസ്കാരം ബാത്തിലാക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്ന ഫസ്ലാണ്. അതിന്റെ വിശദീകരണമാണ്. ചുരുക്കത്തിൽ രണ്ട് കാര്യമാണ് അടിസ്ഥാനമായി നിസ്കാരം ബാത്തിലാകുക. ഒന്നിരിക്കൽ നിസ്കാരത്തിന്റെ ഷർത്തുകളിൽപ്പെട്ട ഒരു ഷർത്ത് നഷ്ടപ്പെടുക, അതല്ലെങ്കിൽ ഫർളുകളിൽപ്പെട്ട ഒരു ഫർളിന് പങ്കും നഷ്ടം വിടുക. ഇതാണ് അടിസ്ഥാനപരമായി. ബാക്കി എണ്ണി പറയുന്നതൊക്കെ ഒരു നിലക്കല്ലെങ്കിൽ ഒരു നിലക്ക് ഈ ഷർത്തിന് അല്ലെങ്കിൽ ഫർളിന് വരുന്ന തകരാറുകളായിരിക്കും. അപ്പോ തബ്തുലു സ്വലാത്തു, നിസ്കാരം ബാത്തിലാവും. ഏത് നിസ്കാരം? ഫർളുഹാ വനഫലുഹ. നിസ്കാരത്തിൽ നിന്നുള്ള ഫർള് നിസ്കാരങ്ങളും ബാത്തിലാവും, സുന്നത്ത് നിസ്കാരങ്ങളും ബാത്തിലാവും. എന്ന് പറഞ്ഞാൽ ഫർളും സുന്നത്തും തമ്മിൽ ഈ വിഷയത്തിൽ വ്യത്യാസമില്ല. നിസ്കാരം ബാത്തിലാവും. എന്നാൽ ലാ സൗമുൻ വാത്തികാഫുൻ, നോമ്പ് ബാത്തിലാവില്ല. എന്നാൽ നിസ്കാരം നോമ്പ് വെച്ച് അത് കാര്യമുണ്ട്. കാരണം എന്താന്ന് വെച്ചാല് നിസ്കാരം ബാത്തിലാവുന്ന കാര്യങ്ങളെ കൊണ്ടൊക്കെ ഏത് ബാത്തിലാവുന്ന? നോമ്പ് ബാത്തിലാവും. അങ്ങനെയാണോ? അല്ലല്ല. നോമ്പ് ബാത്തിലാവുന്ന കാര്യങ്ങളെ കൊണ്ടൊക്കെ നിസ്കാരം ബാത്തിലാവും. എന്നാലോ നോമ്പ് ബാത്തിലാകാത്ത ചില കാര്യങ്ങളെ കൊണ്ടും നിസ്കാരം ബാത്തിലാവും. അതിൽപ്പെട്ടതാണ് ഇനി പറയുന്ന നിയ്യത്തു ഖത്ഇഹാന്ന്. അത് വിഷയം വരുന്നേ ഉള്ളൂ. നിസ്കാരത്തെ മുറിക്കണം എന്ന് കരുതിയാൽ നിസ്കാരം ബാത്തിലാവും. അത് ഫർള് നിസ്കാരാണെങ്കിലും ബാത്തിലാവും, സുന്നത്ത് നിസ്കാരാണെങ്കിലും ബാത്തിലാവും. എന്നാൽ നോമ്പ് ഒരാള് രാത്രി നിയ്യത്തൊക്കെ ചെയ്തു, പകൽ ഇയാള് നിയ്യത്ത് എന്താക്കി? ഞാൻ നോമ്പ് മുറിക്കുകയാണ് എന്ന് കരുതി
അതുകൊണ്ട് നോമ്പ് മുറിയില്ല. നോമ്പ് മുറിച്ചാൽ തന്നെ മുറിയുള്ളൂ. മുറിക്കുകയാണെന്ന് കരുതിയാൽ നോമ്പ് മുറിയില്ല. അതുപോലെ തന്നെ ഏത്തിക്കാഫ് ഒരാള് പള്ളി കയറിയപ്പോൾ ഏത്തിക്കാഫിനെ എത്തിയിരുന്നു. കുറെ നേരം ഇരുന്നതിന് ശേഷം അയാൾ കരുതാൻ ഞാൻ ഏത്തിക്കാഫിനെ മുറിക്കുകയാണ്, അതുകൊണ്ട് മുറിയില്ല. പള്ളിയിൽ നിന്ന് പുറത്തു പോരണം, അല്ലെങ്കിൽ ഇത്തിക്കാഫ് ബാത്തിലാവുന്ന കാര്യങ്ങൾ, ജനാപത്തുണ്ടാകുക തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തിക്കാഫ് ബാത്തിലാവുള്ളൂ. അല്ലാതെ മുറിക്കാൻ കരുതിയത് കൊണ്ടിട്ട് ഇത്തിക്കാഫ് ബാത്തിലാവില്ല. അപ്പോ ഫർളും സുന്നത്തുമായ നിസ്കാരം ബാത്തിലാകും. എന്തുകൊണ്ട്? ബിനിയ്യത്തി ഖത്ഇഹാ, നിസ്കാരം മുറിക്കാൻ കരുതൽ കൊണ്ട്. മുറിക്കാണ് എന്ന് കരുതിയാൽ തന്നെ ഉടനെ ബാത്തിലായി. കാരണം എന്താന്ന് വെച്ചാൽ ഈ നിസ്കാരത്തിന്റെ നിയ്യത്ത് തുടക്കത്തിൽ തന്നെ ഉണ്ടാകേണ്ട ഫർളാണല്ലോ. തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടി നിയ്യത്ത് വേണല്ലോ. ഈ നിയ്യത്ത് അതിന് ഭംഗം വരാതെ നിസ്കാരത്തിന്റെ അവസാനം വരെ നിലനിൽക്കൽ ഷർത്താവുന്നു. മനസ്സിലായപ്പോ ഇപ്പൊ ഇവിടെ എന്താ തകരാറ് വരുന്നത്? ഷർത്തിന് ഭംഗം വരികയാണ്. എന്തിന്റെ ഷർത്ത്? തക്ബീറത്തുൽ ഇഹ്റാമിനോട് ഒപ്പം ഉണ്ടാവേണ്ട നിയ്യത്തുണ്ടല്ലോ, ഈ നിയ്യത്തിന്റെ ഷർത്താണ് അത് നിസ്കാരത്തിന്റെ അവസാനം വരെ അതിന് ഭംഗം വരരുത്. അപ്പോ നിയ്യത്ത് മുറിക്കാൻ കരുതിയതോടുകൂടി ഒന്നാമത്തെ റുക്നാവുന്ന നിയ്യത്ത് ഷർത്ത് പോയി. ആ ഷർത്ത് പോയതോടുകൂടി നിസ്കാരം ബാത്തിലാവും. ഓരോ സ്ഥലത്തും പ്രത്യേകം നിയ്യത്ത് ചെയ്യേണ്ടതില്ലെങ്കിലും അവസാനം വരെ ഈ നിയ്യത്തിന്റെ തുടർച്ചയ്ക്ക് തകരാറ് സംഭവിക്കുന്ന കാര്യം ഇടക്ക് വരാൻ പാടില്ല എന്ന് ഷർത്തുണ്ട്. ആ ഷർത്തിന് ഇവിടെ തകരാറ് വരികയാണ്. അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവും. ഇനി നിസ്കാരം മുറിക്കലിനെ കരുതിയിട്ട് നേരെ കരുതിയേക്കല്ല, ഒരു സംഗതി ഹാസിലായാൽ ഉണ്ടായിത്തീർന്നാൽ അല്ലെങ്കിൽ ലഭിച്ചാൽ നിസ്കാരം ഞാൻ മുറിക്കും എന്ന് കരുതിയാലും നിസ്കാരം ബാത്തിലാകും. ഉദാഹരണം, ഒരാൾ ബാങ്ക് കൊടുത്തിന് തൊട്ട് പള്ളിന്റെ അടുത്ത് ആ ബസ് കത്തിക്കണ്. അപ്പോ ഇയാൾ ഇങ്ങനെ കരുതി പള്ളിന്റെ അടുത്ത് പള്ളിക്കൽ ഇപ്പൊ ജമാഅത്ത് കിടക്കും. അപ്പോ വെറുതെ നിൽക്കിരിക്കാതെ കാത്തുനിന്നിട്ട് അറിയില്ല, ബസ് നിന്നിട്ടില്ലല്ലോ, പോയിന്ന് നിസ്കരിക്കാൻ തുടങ്ങി. അപ്പൊ ഈ ബസ് വന്നാൽ പോയാ പിന്നെ ആ ബൈക്ക് പിന്നെ കുറെ കഴിഞ്ഞിട്ടേ ബസ്സുള്ളൂ. അപ്പൊ നിസ്കരിച്ചതിന്റെ ഇടക്ക് ഇയാള് കരുതി എന്ത്, ഇടക്ക് ബസ് വരികയാണെങ്കിൽ അപ്പം ബസ് മുറിക്കാം, ഇടക്ക് ബസ് വരികയാണെങ്കിൽ അപ്പം നിസ്കാരം മുറിക്കാം എന്ന് കരുതി. എന്നാ ബസ് വരും വേണ്ട, ഇയാള് മുറിക്കും വേണ്ട. ഈ കരുതലോട് കൂടി തന്നെ എന്തായി കഴിഞ്ഞു? മുറിഞ്ഞു കഴിഞ്ഞു. കേട്ടോ, അതിപ്പോ ഒരു സാധാരണ സംഭവം. അഞ്ഞ് സാധാരണ ആയിക്കൊള്ളുന്നില്ല. വലോ മുഹാലൻ ആദിയൻ, സാധാരണഗതിയിൽ അസംഭവ്യമായ സംഗതിയാണെങ്കിലും ഈ ബന്ധിപ്പിച്ച ഇന്ന കാര്യം ഉണ്ടായാൽ, ഇന്ന കാര്യം ലഭിച്ചാൽ ഞാൻ മുറിക്കും എന്ന് കരുതിയത് ആ കാര്യം അസാധാരണ എന്ന് പറഞ്ഞാൽ സാധാരണ സംഭവിക്കാൻ പറ്റാത്ത തരത്തിലുള്ളൊരു കാര്യമാണ്, എന്നാലും ബാത്തിലാവും. ഇതുപോലെ ഉദാഹരണം പറഞ്ഞാല്, ഒരാള് നിസ്കരിക്കാൻ നിൽക്കുക. ആ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇയാള് കരുതി എനിക്കിപ്പോ ഇവിടുന്ന് ഇങ്ങനെ പറന്നിട്ട് നാട്ടിക്കാട് പോകാൻ പറ്റുകയാണെങ്കിൽ ഞാൻ നിസ്കാരമാണ് മുറിക്കുന്നു കരുതി. മനസ്സിലായി? അപ്പം മുറിഞ്ഞു നിസ്കാരം. എന്നാൽ സാധാരണഗതിയിൽ ഒരു മനുഷ്യന് ചിറക് വന്ന് പറന്നു പോവുക എന്ന് പറയുന്നത് മുഹാലി ആദിയാണ്. സാധാരണഗതിയിൽ അങ്ങനെ ഉണ്ടാവില്ല എന്നർത്ഥം. അതേ സമയത്ത് അഖലിയായ മുഹാലല്ല. ഇതുപോലെ കിഴക്കും പടിഞ്ഞാറും ഒന്നാവുക, ഇരുട്ടും വെളിച്ചവും ഒന്നാവുക, ഒറ്റയും ഇരട്ടയും ഒന്നാവുക തുടങ്ങിയ അഖലിയായ മുഹാല്, അത് പിന്നെ എന്തായാലും സംഭവിക്കൂല. അതിനോട് ബന്ധിപ്പിച്ചാൽ നിസ്കാരം ബാത്തിലാവില്ല. കാരണം എന്താ? നിയ്യത്തിന്റെ മുറിച്ചു കരുത്ത് അസ്മിന് അത് എതിരാവൂല. കാരണം ഒരു നിലക്കും ഉണ്ടാവാൻ പറ്റാത്ത തികച്ചും അഖലിയായ മുഹാലായത് കൊണ്ട് അതിനോട് ബന്ധിപ്പിച്ചാൽ ബാത്തിലാവില്ല. കാരണം നിയ്യത്തിന്റെ
മുറിച്ചു കരുത്തിനെതിരില്ല. അതേസമയത്ത് ഇത് സാധാരണ സംഭവിക്കുന്നില്ലെങ്കിൽ പോലും മഹാന്മാരായ ചില ഔലിയാക്കളൊക്കെ പറഞ്ഞു പോകുന്നില്ലേ? അപ്പൊ അങ്ങനെ സംഭവിച്ചു കൂടായില്ല, പക്ഷെ സാധാരണഗതിയിലെ സംഭവ്യമാണ് മാത്രം. അപ്പോ സാധാരണ സംഭവിക്കാൻ പറ്റുന്നതോ സാധാരണ സംഭവിക്കാത്തതും എന്നാൽ സംഭവിച്ചേക്കാവുന്നതുമായ കാര്യത്തോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇന്ന കാര്യമുണ്ടായാൽ ഞാൻ നിസ്കാരം മുറിക്കും എന്ന് കരുതിയാലും നിസ്കാരം ബാത്തിലാകും. അവിടെയും കാരണം എന്താണ്? നിയ്യത്തിന്റെ അവസാനം വരെ എതിരാവുന്നതൊന്നും വരരുത് എന്ന് പറയുന്ന കാര്യം ഉണ്ടായി. നിയ്യത്തിന്റെ ജിസ്മ് മുറിച്ചു കരുത്തിനെതിരെ വന്നു എന്നുള്ള കാരണം. ഇതിപ്പോ മുറിക്കാൻ കരുതിയതാ. ഒന്ന് വെറുതെ തന്നെ മുറിക്കാൻ കരുതുക, മറ്റൊന്ന് ഇന്നൊരു കാര്യം ഉണ്ടായാൽ ഉദാഹരണം ബസ് വന്നാ ഇപ്പൊ മുറിക്കുക. എനിക്ക് ഒരാളെങ്ങനെ കാത്തു നിൽക്കുകയാണ്, അയാൾ വരികയാണെങ്കിൽ അപ്പോഴാണ് മുറിക്കാന്ന് കരുതി. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നിസ്കാരം ബാത്തിലാവും. ഇനി രണ്ടാമത്തേത് അതിന്റെ ബാക്കി തന്നെ, മുറിക്കുന്ന കാര്യത്തിൽ ഇടയാട്ടമായി വേണോ വേണ്ടേ എന്ന് സംശയമായി. അതാപ്പൊ ഈ ഇടയാട്ടം എന്ന് പറഞ്ഞത് തറദ്ദുദ്. അതിൽ കത്തി നിസ്കാരത്തെ മുറിക്കണോ മുറിക്കണ്ടേ? ഉദാഹരണം, നമ്മൾ ഒറ്റക്കൊള്ളു വീട്ടില്, വേറെ ആരുമില്ല. അപ്പൊ നമ്മൾ വാതില് ഉള്ളിന്ന് കുറ്റിട്ടിട്ട് നിസ്കരിക്കാണ്. അതിന്റെ ഇടക്ക് ഒരാൾ വന്നിട്ട് ബെല്ലടിച്ചു. അപ്പോ നിസ്കരിച്ചു കൊടുക്കുന്ന കരുതി എന്താപ്പ വേണ്ട, നിസ്കാരം മുറിച്ചുകാണ്ട് പോയി വാതിൽ തുറക്കണോ അതല്ല നിസ്കാരം കയ്യോടെ നിൽക്കണോ? അപ്പം മുറിഞ്ഞു നിസ്കാരം. നല്ല നിസ്കാരം മുറിയാൻ എളുപ്പമുണ്ട്, മനസ്സിലായില്ലേ? അത് ഉണ്ടായി കിട്ടാൻ നല്ല പണിയാണ്, പക്ഷേ മുറിയാൻ എളുപ്പാ. എണ്ണിക്കാമ്പ് മുറിയും പോലെ മുറിയും. അതിപ്പോ ആരൂരിന് അറിയില്ല. കീശേരി അപ്പുറത്തുണ്ടെങ്കിൽ കീശേരിക്ക് അറിയും. എണ്ണിക്കാമ്പ് പറഞ്ഞാല് ഈ വാഴ കൊലച്ചാല് അതിന്റെ ഉള്ളിലുണ്ടാവുമല്ലോ ഒരു ട്യൂബ് പോലത്തെ ഒരു സാധനം. ആരൂരെ അത് കണ്ടിട്ട് ഞങ്ങള് വാഴ കൊലച്ച വാഴന്റെ ഉള്ളില് നമ്മളെ ട്യൂബ് പോലത്തെ ഒരു വെളുത്ത സാധനം കണ്ടിട്ടില്ലേ? അത് കണ്ടിട്ടില്ലേ? എന്താ പറയാ, വാഴക്കുഞ്ഞോ? ആയിക്കോട്ടെ, ഞങ്ങൾ അങ്ങനെ പറഞ്ഞോളി. ഞങ്ങൾ അതിന് പറയാം ഉണ്ണിക്കാമ്പ് എന്നാ, മനസ്സിലായില്ലേ? ഉണ്ണിക്കാമ്പ്. അങ്ങനത്തെ ഉണ്ണിക്കാമ്പ് എങ്ങനെ ഒടിച്ച അങ്ങനെ ഒടിയും. അങ്ങനെ നിസ്കാരത്തിന്റെ കഥ. ഉണ്ണിക്കാമ്പ് ഒടിയും പോലെ ഒടിയും എന്ന് പറഞ്ഞാൽ, ബെല്ലടിച്ചപ്പോ എന്താ ഇപ്പൊ വാതിൽ പോയി തുറന്നു കൊടുക്കണോ അതല്ല നിസ്കാരം കഴിഞ്ഞിട്ട് തുറന്നാൽ മതിയോന്ന് ഇങ്ങനൊരു ഇടയാട്ടം വന്നാൽ തന്നെ നിസ്കാരം മുറിഞ്ഞു, മനസ്സിലായില്ലേ? അപ്പൊ മുറിക്കാൻ കരുതുക, അല്ലെങ്കിൽ ഇന്നൊരു സംഗതി ഉണ്ടായാൽ മുറിക്കും എന്ന് കരുതുക, മുറിക്കണോ വേണ്ടേ എന്ന് സംശയാലുമാകുക, എന്നാലൊക്കെ നിസ്കാരം മുറിയും. പക്ഷെ ഇതൊക്കെ കരുതിയാൽ അഞ്ച് ഒസ്വാസുകാരിഞ്ഞ് അവിടെ പടിയിട്ട് ചാടണ്ട. അതിന് പറയുന്നത് വലാ മുആഖദത, എന്നാൽ പിടികൂടപ്പെടുകയില്ല. പിടികൂടപ്പെടില്ല എന്നാൽ നിസ്കാരം ബാത്തിലാണെന്ന് വിധി പറയില്ലാന്ന്. ബിവസ്വാസിൻ ഖഹരിയിൻ, അനിയന്ത്രിതമായി വരുന്ന ഒസ്വാസ് തോന്നലുകൊണ്ട്, ഫിസ്വലാത്തി, നിസ്കാരത്തിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പം ഇയാൾക്കൊരു ഒസ്വാസിന്റെ ഇത് വെറുതെ ഒരു കാരണവുമില്ല, അങ്ങനെ അതാ ഖഹരി അറിഞ്ഞാൽ അവൻ കൽപ്പിച്ചുകൂടി ചെയ്യല്ല, വെറുതെ ഇങ്ങനെ തോന്നുക, ഞാൻ ഇപ്പൊ തക്ബീറത്തിൽ ഏറാമ നെയ്യത്തും കൂടി ഒപ്പായിണോ, അതല്ല എന്റെ ഫാത്തിയപ്പ ശരിയായിണോ, വെറുതെ ഇങ്ങനെ വരികയാണ്. അത് സാരാക്കണ്ട ഹല്ലി വലിയ, അല്ല ഞാൻ പിന്നെ ആ സാധുക്കൾക്ക് പിന്നെ നിസ്കരിക്കാൻ കഴിയൂല, മനസ്സിലായില്ലേ? അപ്പൊ അത് ഏതുപോലെക്കൽ ഈമാൻ കാര്യത്തിൽ വരെ അങ്ങനെയാണ് കഥ. ഏത് ഖഹരിയായ ഉസ്വാസ് എന്ന് പറഞ്ഞാൽ ബോധപൂർവം ചെയ്യുന്നതല്ലാതെ ഇവന്റെ നിയന്ത്രണത്തിൽ പെടാതെ പ്രകൃതിപരമായിട്ട് ഇങ്ങനെ മനസ്സിൽ തെൽപ്പം വരുമല്ലോ, ആ വരുന്നത്. ഇതുപോലെ അള്ളാഹുവിനെ പറ്റിയിട്ടുള്ള വിശ്വാസത്തിന്, അല്ലെങ്കിൽ ഖദർ സംബന്ധിച്ച വിശ്വാസത്തിന്, ആഖിറത്തിൽ വിശ്വസിക്കുന്നു, ഇതിനൊക്കെ പറ്റിയിട്ട് അറിയാതെ ചില സംശയങ്ങൾ വന്ന് പോകുന്നു. അതുകൊണ്ട് ഈമാൻ പോകില്ലല്ലോ. അതേസമയത്ത് ഈമാന്റെ ഒരു വിഷയത്തിൽ മനഃപൂർവ്വം തറദ്ദുദായാൽ, സംശയാലുവായാൽ ഇസ്ലാം എന്ന് പുറത്തു പോകും. എന്നാൽ അനിയന്ത്രിതമായി ഇവന്റെ നിയന്ത്രണത്തിൽ പെടാതെ മനസ്സിൽ ചില തോന്നലുകൾ, ആ തോന്നലുകളെ കൊണ്ട് ഏതുവാവില്ല, ഈമാൻ വരെ നഷ്ടപ്പെടൂല എന്നതുപോലെ തന്നെയാണ് നിസ്കാരവും ബാത്തിലാവൂല. അതാ മുആഖദത്തില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഓന്റെ ഇഖ്തിയാറോട് കൂടിയുള്ളതിനാണ് അത് മനസ്സിലാക്കുക. അപ്പൊ വ്യത്യാസം പറഞ്ഞ് മനസ്സിലായോ? അതിലൂടെ ഒന്ന്, ഇവന്റെ ഇഖ്തിയാർ
ഇഖ്തിയാർ കൊണ്ടുള്ള ശക്കാണ്, അതുകൊണ്ട് ആ ബാത്തിലാവും എന്ന് പറഞ്ഞു. ഇഖ്തിയാരി അല്ലാതെ ഖഹരിയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ബാത്തിലാവൂല. അപ്പൊ ഒന്ന് മുറിക്കാൻ കരുതുക, അല്ലെങ്കിൽ മുറിക്കണോ വേണ്ടയോ എന്ന് സംശയാലുവാവുക. ഇനി വബിഫീലിൻ കസീരിൻ, അധികരിച്ച പ്രവൃത്തി ചെയ്യൽ കൊണ്ടും നിസ്കാരം ബാത്തിലാവും. അധികരിച്ച പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എങ്ങനെ? യഖീനൻ, അധികരിച്ചത് എന്ന് ഉറപ്പാവണം, അധികരിച്ചതാണെന്ന് ഉറപ്പാകണം. എങ്ങനെ? അതായത് നമ്മളെ മദ്ഹബിൽ അതിനെ കണക്കൂട്ടണ എങ്ങനെയാണെന്നറിയോ? ഒരു പ്രവൃത്തി കുറഞ്ഞതാണെന്ന് ഉറപ്പാ, 3 പ്രവൃത്തി അധികരിച്ചതാണെന്ന് ഉറപ്പാ. രണ്ടാണെങ്കിലോ അത് അധികരിച്ചതാണോ അതല്ല കുറഞ്ഞതാണോ എന്ന് ഉറപ്പില്ലാത്തതാ. അതുകൊണ്ടാണ് ഒരു പ്രവൃത്തി കൊണ്ടും ബാത്തിലാവൂല, 2 കൊണ്ടും ബാത്തിലാവൂല, 3 ബാത്തിലാവും എന്ന് പറയാൻ കാരണം. മനസ്സിലായില്ലേ? അപ്പൊ 1 എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയതാണെന്ന് ഉറപ്പാണ്, 3 എന്ന് പറഞ്ഞാൽ അധികരിച്ചതാണെന്ന് ഉറപ്പാണ്, 2 അധികരിച്ചതാണോ കുറഞ്ഞതാണോ എന്നതിൽ തറദ്ദുള്ളതാണ്. അതുകൊണ്ട് 1 or 2 പ്രവൃത്തി കൊണ്ട് ബാത്തിലാവൂല, 3 ആവുമ്പോ അധികരിച്ചതാണെന്ന് ഉറപ്പാണ്, അതുകൊണ്ട് ബാത്തിലാവും. തുടർച്ചയായ 3 പ്രവൃത്തി എന്ന് പറയുന്നതിന് പകരം ഇവിടെ കസീർ എന്നാണല്ലോ പറഞ്ഞത്. ഈ കസീർ എന്ന് പറഞ്ഞാലും 3 എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ. എന്ത് പ്രവൃത്തിയായിരിക്കുക? മിൻ ഗൈരി ജിൻസി അഫ്ആലിഹാ, നിസ്കാരത്തിന്റെ പ്രവൃത്തിയുടെ ഇനത്തിൽപ്പെട്ടതല്ലാത്ത, നിസ്കാരത്തിന്റെ പ്രവൃത്തി പറഞ്ഞാല് ഖിയാമ്, റുക്കൂഅ്, സുജൂദ്, ജുലൂസ് പോലെയുള്ളത്, അതല്ലാത്ത പ്രവൃത്തികൾ. അതാണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞാണ്? ഫർളാണ്, അധികരിപ്പിച്ചത് മനഃപൂർവ്വമാണ് പറഞ്ഞാലോ, എന്നാൽ കുറഞ്ഞതാണെങ്കിൽ തന്നെയും ബാത്തിലാവും. അല്ല മറന്നുകൊണ്ടാണെങ്കിലോ അധികരിച്ചാലും ബാത്തിലാവില്ല. പറഞ്ഞ മനസ്സിലാകാലൂലെ? നിസ്കാരത്തിന്റെ പ്രവൃത്തിയുടെ ജിൻസിൽ പെട്ടത് മനഃപൂർവ്വം അധികരിപ്പിച്ചത് കുറഞ്ഞതാണെങ്കിലും ബാത്തിലാവും, മനഃപൂർവ്വം അല്ലാതെ അബദ്ധത്തിലാണെങ്കിൽ അധികരിച്ചാണെങ്കിലും ബാത്തിലാവില്ല. ഏതുപോലെ? ഒരാള് സാധാരണ ഒരു റുക്കുവാണല്ലോ ഒരു റക്അത്തിലുള്ളത്, മനഃപൂർവ്വം 2ാമത് റുക്കു കൂടിയാണ് ചെയ്തു, അപ്പൊ തന്നെ ബാത്തിലാവും. കുറെ പ്രവൃത്തി ഒന്നും വേണ്ട, റുക്കു എന്ന് പറഞ്ഞാൽ ഒരു റുക്കു മതി. എന്നതുപോലെ ഒരു റക്അത്തിൽ 2 സുജൂദാണല്ലോ ഉള്ളത്, ആ 2 സുജൂദിന് പകരം ഇയാൾ 3ാമത്തെ ഒരു സുജൂദ് കൂടിയാണ് ചെയ്തത്, അപ്പൊ തന്നെ ബാത്തിലാവും. അപ്പൊ കേട്ടോ, കുറഞ്ഞതാണെങ്കിലും നിസ്കാരത്തിന്റെ ഇനത്തിൽപ്പെട്ടതാണെങ്കിൽ മനഃപൂർവ്വം ചെയ്താൽ ബാത്തിലാവും. ഇനി മറന്നുകൊണ്ടാണെങ്കിലോ ഒരു റക്അത്ത് തന്നെ മുഴുവൻ നിസ്കരിച്ചു. ഇപ്പൊ 4 റക്അത്തുള്ള നിസ്കാരത്തിന് ഓർമ്മയില്ലാതെ ഇയാൾ 5 റക്അത്ത് നിസ്കരിച്ചു. അപ്പൊ ഒരു റക്അത്ത് തന്നെ മുഴുവൻ കൂടിയല്ലോ, ഖിയാമുണ്ട്, റുക്കൂഅ്, ഇഅ്തിദാലുണ്ട്, സുജൂദുണ്ട്, ഇടയിലിരുത്തുണ്ട്, 2ാമത്തെ സുജൂദുണ്ട്, ഒക്കെ ഉണ്ട്. എന്തായാലും ബാത്തിലാവൂല. അപ്പൊ അത് നമ്മളെ ചർച്ചാ വിഷയമല്ല. നിസ്കാരത്തിന്റെ പ്രവൃത്തിയുടെ ഇനത്തിൽപ്പെട്ടതിനെ പറ്റി അല്ല പറയുന്നത്, അതിന്റെ വിധി വേറെയാണ്. അത് മനഃപൂർവ്വമാണെങ്കിൽ കുറഞ്ഞാലും ബാത്തിലാവും, അധികരിച്ചാലും ബാത്തിലാവും. മനഃപൂർവ്വം അല്ലെങ്കിൽ കുറഞ്ഞാലും ബാത്തിലാവില്ല, അധികരിച്ചാലും ബാത്തിലാവില്ല. അത് വിട്. അപ്പൊ നിസ്കാരത്തിന്റെ പ്രവൃത്തിയുടെ ഇനത്തിൽ പെട്ടതല്ലാത്തൊരു പ്രവൃത്തി അധികരിച്ചത് ആണെന്ന് ഉറപ്പുള്ള പ്രവൃത്തി ചെയ്തു, അത് തന്നെ എപ്പോ? ഇൻസദറ, ഈ അധികരിച്ച പ്രവൃത്തി ഉത്ഭവിച്ചാൽ, ആരിൽ നിന്നും ഉണ്ടായാൽ, മിമ്മൻ, ഒരു വ്യക്തിയിൽ നിന്നിട്ടും. എങ്ങനത്തെ വ്യക്തിയാണ്? അലിമ, ആ വ്യക്തിക്ക് അറിയാം, തഹ്രീമഹു, ഈ പ്രവൃത്തി ഹറാമാവുന്നു എന്ന്. ഈ കാര്യം ഹറാമാണെന്ന കാര്യം അറിഞ്ഞുകൊണ്ട് ചെയ്യണം. അതല്ലെങ്കിൽ ഔ ജഹിലഹു, സംഗതി ഹറാമാണെന്ന് ഇയാൾക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ വലം യുഅ്ദർ, ഉദ്റില്ലാത്ത ജാഹിലാണ് എന്ന് പറഞ്ഞാൽ കുറെ കാലായിട്ട് മുസ്ലിം തന്നെയാണ് ഇയാൾ. അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ അറിയുന്ന ഉലമാന്റെ ഇടയിൽ ദീർഘമായി ജീവിച്ച ആളുമാണ്. അങ്ങനത്തെ ഒരു ഉദ്റില്ല. നേരത്തെ നമ്മൾ സേവിന്റെ സുജൂദിന് ചില കാരണങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഉദ്റുണ്ട് പറഞ്ഞ്, അത് വളരെ വിശദമായ കാര്യങ്ങളായതുകൊണ്ട് സാധാരണക്കാർക്ക് അറിഞ്ഞുകൊള്ളണം എന്നില്ല. എന്നാൽ നിസ്കാരത്തിന്റെ പ്രവൃത്തിയിൽ പെടാത്ത പ്രവൃത്തികൾ അധികരിച്ചത് വന്നാൽ നിസ്കാരം ബാത്തിലാവും എന്നതൊക്കെ ഏത് സാധാരണക്കാരനും മനസ്സിലാക്കാവുന്ന വ്യക്തമായ കാര്യങ്ങളാണ്. അപ്പം ഇവരെല്ലാം ആനിമ്യങ്ങളുമായി ഇടപഴകി ജീവിക്കുകയും പുതുമുസ്ലിം അല്ലാതിരിക്കുകയും ചെയ്തു. അവിടെയാണ് ഇപ്പൊ മാധുര്യങ്ങൾ. ഒന്നിരിക്കലും ഇങ്ങനെയുള്ള വിവരമുള്ളവരൊന്നും ഇല്ലാത്ത ഏതോ അട്ടപ്പാടിയിൽ വളർന്ന മനുഷ്യരാണ്. അതല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് ഇപ്പൊ അടുത്ത കാലത്ത് വന്നിട്ടുള്ളൂ, എന്നാൽ ബാത്തിലാവൂല. അതെല്ലാം ഉദ്റില്ലാത്ത
ആളാണെങ്കിൽ അറിയാതെ ആണെങ്കിലും ബാത്തിലാവും, അല്ലെങ്കിൽ ഹറാമാണെന്ന് അറിഞ്ഞുകൊണ്ട്. അപ്പൊ അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അറിയാതെ ആണെങ്കിൽ പോലും അറിയാതിരിക്കുന്നതിന് എതിരില്ലാത്തവരോ ആയ ആളിൽ നിന്ന് കൂടി ആവണം. എന്നാലും പോരാ, ഹാല കൗനിഹി അധികരിച്ച പ്രവൃത്തി ആയിരിക്കലോട് കൂടെ വിരാഅൻ ഉർഫൻ സാധാരണഗതിയിൽ തുടരെയാവുക, അപ്പോഴേ ബാത്തിലാവുള്ളൂ. അപ്പൊ അധികരിച്ച പ്രവൃത്തിയാവണം, ഉറപ്പായിട്ടും അധികരിച്ചിരിക്കണം, നിസ്കാരത്തിന്റെ പ്രവൃത്തിയുടെ ഇനത്തിൽപ്പെട്ടതല്ലാതിരിക്കണം, ഇത് ഹറാമാണെന്ന് അറിയുകയോ അറിയില്ലെങ്കിൽ തന്നെയും എതിരില്ലാത്തവരോ ആയിരിക്കണം. അതിന്റെ പുറമെ മുവാലാത്ത് തുടർച്ചയായി 3 പ്രവൃത്തി ചെയ്യണം. എങ്ങനെ തുടർച്ച എന്ന് പറഞ്ഞാൽ ഒന്നുമായിട്ട് വിടാത്ത തുടർച്ച എന്നല്ല, ഒരു ഉറുഫൻ ആദ്യത്തതും രണ്ടാമത്തതും തമ്മിൽ ബന്ധമില്ലാത്ത നിരക്ക് ഉറുഫ് കണക്കാക്കുന്ന അത്ര അകലം ഉണ്ടാവും. എന്നാലും പോരാ, അതെന്നെ ഫീ ഗൈരി ശിദ്ദത്തിൽ ഖൗഫി ഭയം കഠിനമായ അവസരത്തിലുള്ള നിസ്കാരത്തിൽ ഒഴിച്ചായിരിക്കുകയും വേണം. ഇപ്പൊ ഒരാൾ ഒരിക്കലും ബഹുസ്കരിക്കാൻ നിൽക്കുകയാണ്, അല്ലെങ്കിൽ സുബഹിസ്കരിക്കാൻ നിൽക്കുകയാണ്, നിൽക്കണോടത്തേക്ക് ഒരു പാമ്പ് ഇങ്ങോട്ട് ഓടി വരുന്നു. അപ്പോ പണ്ട് കീലത്ത് പറഞ്ഞേക്ക് പാച്ചിലിന്റെ ഊക്കുപോലെയാണ് ആയുസിന്റെ നീട്ടം എന്ന് പറഞ്ഞിട്ട് ഇവൻ ഓടടാ ഓട്ടം. കാരണം പത്തിലാവൂല, കാരണം എന്താ, പേടിച്ച് വയ്യാണ്. ഇനി പാമ്പൈക്കൊള്ളുന്നില്ല, ഒരു നായ വരുന്നു കടിക്കാൻ വരുന്നു, അതല്ലെങ്കിൽ ഒരാൾ തന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് വരുന്നു, അല്ലെങ്കിൽ താൻ നിൽക്കുന്ന കെട്ടിടം പൊളിഞ്ഞു വീഴാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ താൻ നിസ്കരിക്കാൻ നിൽക്കുന്ന കെട്ടിടത്തിന് തീ പിടിക്കുന്നു. ഇവിടൊക്കെ ജീവൻ രക്ഷാർത്ഥം ഓടുന്ന സമയം അവിടെ ശിദ്ദത്തുൽ ഖൗഫ് എന്ന് പറയും. അവിടെ പിന്നെ അധികരിച്ച പ്രവൃത്തി നിസ്കാരത്തിനത്തിൽ പെടാത്ത തുടർച്ചയായി അധികരിച്ച പ്രവൃത്തി ഉണ്ടായാലും ബാത്തിലാവില്ല. പക്ഷേ അട്ടഹസിച്ച് വിളിച്ചോളോ കരച്ചിലുണ്ടാകാൻ പാടില്ല. ഓടി വരിയോ ഇല്ല ഹലാക്കാൻ പോകുന്നോ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചോളോ വെച്ചാൽ ബാത്തിലാവും, അതുണ്ടാകാൻ പാടില്ല. അല്ലാതെ കിബിലയായിട്ട് തെറ്റുകയോ അധികരിച്ച പ്രവൃത്തിയാവുന്ന ഓട്ടം തന്നെ ഓടുകയോ ഒക്കെ ചെയ്താലും ബാത്തിലാവില്ല. അപ്പോ ശിദ്ദത്തുൽ ഖൗഫിന്റെ അവസരത്തിലുള്ള നിസ്കാരം അല്ലാതിരിക്കുക കൂടി വേണം. എങ്കിലേ അതുപോലെ തന്നെ സഫരി ഹലാലായ യാത്രയിലുള്ള സുന്നത്ത് നിസ്കാരം വാഹനത്തിലേറിക്കൊണ്ടോ കാൽനടയായിക്കൊണ്ടോ ഒക്കെ നിസ്കരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ, അവിടെയൊക്കെ അധികരിച്ച പ്രവൃത്തി ഉണ്ടാവില്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോ എത്ര ഷർത്താപ്പ പറഞ്ഞ് 10 ഷർത്തറ്റീന് അധികരിച്ച പ്രവൃത്തി കൊണ്ട് നിസ്കാരം പാകത്തിലാണെങ്കിൽ പ്രവൃത്തി അധികരിച്ചതാണ് ആവണം, അത് ഉറപ്പായിരിക്കണം. നിസ്കാരത്തിന്റെ ഇനത്തിൽപ്പെട്ടത് അല്ലാത്ത പ്രവൃത്തിയായിരിക്കണം. ഹറാമാണെന്ന് അറിഞ്ഞുകൊണ്ടോ അറിയാതിരിക്കാൻ കാരണമില്ലാത്തവനോ ആയിരിക്കണം. തുടർച്ചയായിരിക്കണം. ശിദ്ദത്തുൽ ഖൗഫിന്റെ നിസ്കാരത്തിലോ ഹലാലായ യാത്രയിലുള്ള സുന്നത്ത് നിസ്കാരത്തിലോ അല്ലാതിരിക്കണം. ഇങ്ങനെ ഷർത്തൊക്കെ ഒത്ത അധികരിച്ച പ്രവൃത്തി തുടർച്ചയായി ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. ഇനിയിപ്പോ അതിന്റെ വിപരീതം ബിഖിലാഫിൽ ഖലീലി, കുറഞ്ഞ പ്രവൃത്തിക്കെതിരെ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ പ്രവൃത്തി കൊണ്ട് നിസ്കാരം ബാത്തിലാവില്ല. കുറഞ്ഞ ഇതുപോലെ രണ്ട് ചവിട്ടടി നടക്കും പോലെ. ഹുത്തുവത്തല്ല, ഹുത്തുവത്ത് ഒരു കാലിന്റെയും അടുത്ത കാലിന്റെയും ഇടയിലുള്ള അകലത്തിനാണ് പറയാ ഹുത്തുവത്ത് എന്ന്. ഹത്തുവത്ത് എന്ന് പറഞ്ഞാല് ഒരു കാല് ഇവിടുന്ന് അപ്പുറത്തേക്ക് എടുത്തു വെക്കുന്നതിനാണ് ഹത്തുവത്ത് എന്ന് പറയാം. അങ്ങനെ 2 ചവിട്ടടി എടുത്തു വെക്കുക, മനസ്സിലായില്ലേ? ഈ 2 ചവിട്ടടി എന്ന് പറഞ്ഞാൽ വളരെ നീണ്ട ഒരു വലിയ മനുഷ്യനാണ്. ഒട്ടിക്കോള് ഒരു പാകിസ്ഥാനിയോ സുഡാനിയോ ഒക്കെ പോലത്തെ വലിയൊരു മനുഷ്യനാണ്. അയാൾ കാലുകൊണ്ട് ഏന്തി അപ്പുറത്തേക്കാണ് ചവിട്ടി. എന്നാലും കണക്ക് തന്നെ ബാത്തിലാവൂല. ദൂരം കുറച്ചുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല. ഇനി അതല്ലെങ്കിൽ ഒരു അടിന്റെ അത്രയും സ്ഥലത്ത് തുടർച്ചയായിട്ട് ഒരു കാലെടുത്ത് ചേർത്ത് എന്നാ ബാത്തിലാവും ചെയ്യും. ഇവിടെ ദൂരം നോക്കിയിട്ടല്ല അർത്ഥം. പക്ഷേ ഹൈസുല വസ്ബത്ത, തുള്ളലുണ്ടാവാൻ പാടില്ല. ചാടുക, ഞങ്ങളെ മലപ്പുറത്തേക്ക് ഇച്ചിരി ഭാഷ പറയാൻ ചാടുക എന്നാ. നിൽക്കുന്നോടത്ത് അപ്പുറത്തേക്ക് ചാടുക, ആലുവിന്റെ ഭാഷ പറഞ്ഞ തുള്ളുക. ഇവിടുന്ന് അങ്ങോട്ട് തുള്ളാൻ പാടില്ല. അതെന്താ? തുള്ളുമ്പോ നിസ്കാരത്തിന്റെ രൂപത്തിന് തന്നെ എതിരാകുന്നുണ്ടത്. അത് ഒറ്റ തുള്ളലുകൊണ്ട് തന്നെ നിസ്കാരം ബാത്തിലാവുന്നു. പക്ഷേ പലപ്പോഴും വസബത്ത് ഫാഹിഷ എന്ന് കൊടുക്കാറുണ്ട്. ഇവിടെ പഠിച്ചിട്ടില്ല. വസബത്ത് ഫാഹിഷ എന്ന് പറയുന്നത് തുള്ളുമ്പോ എന്താവും, ഒരു വളയൽ വരും. ആ വളയൽ വരുമ്പം സ്വാഭാവികമായും നിസ്കാരത്തിന്റെ ഹൈഅത്ത് രൂപത്തിന് വിരുദ്ധം വരും. അങ്ങനെയുള്ള താട്ടാണ് ഹൈഅത്ത്. ഈ വസബത്ത് ഫാഹിഷ.
ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് തന്നെ ആയിരിക്കും. ഒറ്റ തുള്ളലുകൊണ്ട് തന്നെ നിസ്കാരം ബാത്തിലായി പോകും. അവിടെ ഇപ്പൊ 2, 3 ഒന്നും എണ്ണ നിൽക്കണ്ടില്ല. കാരണം നിസ്കാരത്തിന്റെ ഹയ്യത്തിനെ തന്നെ അത് മുറിച്ചു കളയുന്നു എന്നതാണ് അതിന്റെ കാരണം. അപ്പൊ 2 ചവിട്ടടി നടക്കുക, അതിപ്പോ ഉറപ്പായിട്ട് അധികരിച്ചതല്ല. ശരിക്ക് വേണ്ടിയിരുന്നത് കരിയിൽ ഉറപ്പുള്ളതാകുകയാണെങ്കിൽ 1 ഖത്വത്താണ്, മനസ്സിലായോ? 1 ചവിട്ടടി കുറഞ്ഞതാണെന്ന് ഉറപ്പുള്ളതാ. 2ആവുമ്പോഴോ കുറഞ്ഞതാണോ അധികരിച്ചതാണോ എന്ന് തറദ്ദുദുള്ളതാണ്. പക്ഷെ അധികരിച്ചതാണെന്ന് ഉറപ്പില്ല. അപ്പൊ അതാ നമ്മൾ പറഞ്ഞ അധികരിച്ചതാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ബാത്തിലാവുള്ളൂ. ഉറപ്പില്ലാത്തടത്തോളം ബാത്തിലാവില്ല. അപ്പൊ 1, 2 ആണെങ്കിൽ, 1ആണെങ്കിൽ ഏതായാലും കുറഞ്ഞതാണ്, 2ആണെങ്കിൽ അധികരിച്ചതാണെന്ന് ഉറപ്പില്ല. ഉറപ്പത്തേനി 2 അടി അടിക്കുക, മനസ്സിലായോ? ഈ രാജുവേട്ടക്കാരൊക്കെ പോലെ തക്കുവാണ്. അത് കേട്ടാണ് ആരും നിങ്ങള് ഞമ്മള് കീച്ചിരിക്കാരെ അവിടെ പോയിട്ട് തച്ച് 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 എന്നാലും ഞങ്ങളെ കീച്ചിരി ഭാഷയിൽ അങ്ങനെ പറയാം. തച്ച് എന്ന് പറഞ്ഞാല് ആശാരിപ്പണിക്കാണ്. ഒരു തച്ച് എന്ന് പറഞ്ഞാൽ ഒരു ആശാരിന്റെ പണിക്കാണ് ഒരു തച്ച് എന്ന് പറയാം. അവര് പിന്നെ എന്താ പറയാ, തക്കുവ എന്ന് പറയും, മനസ്സിലായില്ലേ? അപ്പോ 2 തല്ല് തക്കുവ, എന്നാലും ബാത്തിലാവില്ല. അപ്പൊ 1ഉം 2ഉം ഒക്കെ തല്ല്. അപ്പൊ നിക്കാരത്തിൽ തല്ലൂടാനും പറ്റുമോന്ന് ഇഷ്കാലി ചോദിക്കണ്ടേ? ചിലപ്പോ അങ്ങനെ അടിക്കേണ്ടി വന്നോട്ടിക്കോ. എന്താ ഒരു ചങ്ങായി മുന്നിൽ കൂടെ നടക്കാൻ പോവുകയാണ്, മറന്റെ മുന്നിട്ട് നിൽക്കിരിക്കുമ്പോ അവനോട് കയ്യോട് ഷർത്ത് ചെയ്ത് ഓൻ നിൽക്കണില്ല. പിന്നെ ഓൻ കയറി വന്നപ്പോ കയ്യോട് തടയാൻ നോക്കി, നിൽക്കണില്ല. ഓൻ മേപ്പെട്ടെടുക്കുക. അപ്പൊ കൊടുത്തു അടിച്ചപ്പോ കുറ്റിക്ക് എന്നാ കടമത്തിലാവരാന്ന് 1 കൊടുത്തപ്പോ ഓൻ ചർച്ച കണ്ട് ഊക്കൂടി വരാം, 1കൂടിയാണ് കൊടുത്തു. എന്നാ പത്തില്ല. അല്ല ഒരു പെരുന്തല്ലും തല്ലുംപൊടി ആയാലോ മാത്രമാവും ചെയ്യും. തല്ലുംപൊടി ആകരുത്, 1, 2 ഒക്കെ തല്ലാർന്നു. പക്ഷെ ഞാൻ തല്ലുംപൊടി കൂടിയോടത്ത് പ്രശ്നമുണ്ട്. ലോ കസദ സലാസം മുത്തവാലിയ, 3 എണ്ണം തുടർച്ചയായിട്ട് 3 ചവിട്ടടി നടക്കാനോ 3 അടി അടിക്കാനോ കരുതി സുമ്മഫാരവായതത്തൻ ഒന്നേ ചെയ്തുള്ളൂ, അല്ലെങ്കിൽ വേണം ഒന്നും ചെയ്യണ്ടാവും. ഷറാഫിയ, 1ൽ പ്രവേശിക്കാൻ തുടങ്ങും. അടിക്കാണ്ട് ഓങ്ങിയിട്ടുള്ളൂ, 4 കൊടുക്കണ അമുക്കിന് മനസ്സ് കരുതിക്കാണ്ട് കൈ ഇങ്ങോട്ട് ഓങ്ങിയാൽ തന്നെ പത്തിലാവും. എന്താ, അധികരിച്ച പ്രവൃത്തി ചെയ്യാൻ കരുതുകയും അതിൽ പ്രവേശിക്കുകയും ചെയ്തു എന്നതുകൊണ്ട് സ്കാരം പത്തിലാവും. മറ്റേ അങ്ങനെയല്ല, ഇവൻ വല്ലതും വരാതെ നാ മതി. അപ്പൊ നമ്മൾ കയ്യോട് ഷർത്ത് ചെയ്തിട്ട് നിൽക്കണില്ല, കയ്യോട് തടഞ്ഞിട്ട് നിൽക്കണില്ല, ഇവൻ മേപ്പെട്ടെടുക്കാണ് 1 കൊടുത്തതാണ്, അതുകൊണ്ട് പത്തിലാവൂല. ഇനി തുടർച്ചയായിട്ട് അധികരിച്ച പ്രവൃത്തി ചെയ്താലാണല്ലോ ബാത്തിലാകാന്ന് പറഞ്ഞത്. എന്നാൽ വൽ കസീറുൽ മുതഫരിഖു, ഇടവിട്ടുണ്ടാവുന്ന അധികരിച്ച പ്രവൃത്തി, ബിഹൈസു യുഅദ്ദു കുല്ലുൻ, ഓരോന്നിനെയും എണ്ണപ്പെടുന്ന നിലക്ക് മുങ്കത്തിയന്നമ്മാ ഖബലു, അതിന് മുമ്പുള്ളതുമായിട്ട് വേർപിരിഞ്ഞതായിട്ട് കണക്കാക്കപ്പെടുന്ന നിലക്ക്. അപ്പൊ ഉർഫ കണക്കാക്കട്ടോ. അങ്ങനെയാണെങ്കിലും ബാത്തിലാവൂല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല്, ഒരാള് 2 അടി തറന്നു, ബേക്കിലുണ്ടായിരുന്നത് ഒരു കാല് എടുത്തു വെച്ച് അടുത്ത കാലും എടുത്തു വെച്ചു. എന്നിട്ട് കുറച്ചു നേരം അവിടെ നിന്നു. കുറെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു കാലം എടുത്തു വെച്ചു, അടുത്ത കാലം എടുത്തു വെച്ചു. എന്നിട്ട് അവിടെ നിന്നു. പിന്നെ കുറെ കഴിഞ്ഞതിന് ശേഷം ഒരു കാലം എടുത്തു വെച്ചു, പിന്നെ ഒരു കാലം എടുത്തു വെച്ചു. അപ്പോ സംഗതി ഇപ്പൊ 6 എണ്ണായിനല്ലോ. അതുകൊണ്ട് കുഴപ്പമില്ല. കാരണം എന്താ, തുടർച്ചയായിട്ടല്ല, ആദ്യത്തെ 2ഉം പിന്നത്തെ 2ഉം തമ്മിൽ വേർപിരിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പോ അധികരിച്ച പ്രവൃത്തി കൊണ്ടും ബാത്തിലാവില്ല. കാരണം വിരാൻ തുടർച്ചയായിട്ടുണ്ടാകുകയാണെങ്കിലാണ് ബാത്തിലാകാൻ. ഇവിടെ തുടർച്ചയായിട്ടല്ലോ. എന്നാൽ എത്രയാണ്, അതൊക്കെ ഉറുഫ കണക്കാക്കണ്ടത്. വഹദ്ദുൽ ബഗ്വി, ഇമാം ബഗ്വി തങ്ങൾ ഇതിന് പരിധി പറഞ്ഞതാവുന്നത്. എങ്ങനെ പരിധി പറഞ്ഞു? ബിഅയ്യകൂന ബൈനഹുമാ, ആദ്യത്തെ പ്രവൃത്തിയുടെയും പിന്നത്തെ പ്രവൃത്തിയുടെയും ഇടയിൽ ഉണ്ടാവല് എന്ന്. ഖദറു റകാത്തിൻ, ഒരു റക്കാത്തിന്റെ അത്രയും സമയം ഇടവേള ഉണ്ടാകുക എന്ന് ഇമാം ബഗ്വി റളിയല്ലാഹു തആല അൻഹു ഇടക്ക് വിട്ടുപിരിക്കുക എന്ന് പറഞ്ഞ കൗലാവുന്നത് വഈഫുൻ, അക്കൗല് വഈഫാണ്. ഉറുഫിൽ ആദ്യത്തതും രണ്ടാമത്തതും തമ്മിൽ വേർപിരിഞ്ഞതാണ് എന്ന് മനസ്സിലാകുന്ന നിലക്കകലുണ്ടായാൽ മതി. അല്ലാതെ ഒരു റക്കാത്ത് നിസ്കരിക്കാനുള്ള സമയം
ആദ്യത്തെ പ്രവൃത്തിയുടെയും പിന്നത്തെ പ്രവൃത്തിയുടെയും ഇടയിൽ ഇടവേള ഉണ്ടാവുക എന്ന് പറഞ്ഞത് എന്തല്ല, അത് മുഅ്തമദല്ല, അത് ദഈഫാണ്. കമാഫിൽ മജ്മൂഇ നമ്മൾ പറയല്ല, ഇമാം ബഗവി റഹ്മത്തുള്ളാഹി അലൈഹി എന്നൊക്കെ പറഞ്ഞ അസ്ഹാബിൽപ്പെട്ട മുജ്തഹിദാണ്. പിന്നെ നമ്മൾ അവരുടെ ഖൗല് ദഈഫാന്ന് പറയാൻ ഞാനല്ല പറഞ്ഞത്. കമാഫിൽ മജ്മൂഇ ഇമാം നവവി റഹ്മത്തുള്ളാഹി തങ്ങൾ മജ്മൂഇൽ പറഞ്ഞിട്ടുണ്ട്, ഇമാം ബഗവി തങ്ങൾ ഒരു റക്അത്തിന്റെ അത്ര സമയം ഇടവേള രണ്ടിന്റെയും ഇടയിൽ വ്യത്യാസം ഉണ്ടാകുക എന്ന് പറഞ്ഞ ആ ഹദ് പറഞ്ഞത് ദഈഫാണ് എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ മജ്മൂഇൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇനി വലൗകാനൽ ഫീലുൽ കസീറു നേരത്തെ പറഞ്ഞതുപോലെ ഉറപ്പായിട്ടും അധികരിച്ച നിസ്കാരത്തിന്റെ ഇനത്തിൽ പെട്ടതല്ലാത്ത പ്രവൃത്തി മനഃപൂർവം ചെയ്തത് നേരത്തെ പറഞ്ഞിനി. നടക്കും പോലെ എങ്ങനെയുള്ള ചവക്കലും അല്ലെങ്കിൽ ചവിട്ടടിയുമാണ് തവാലത്ത് തുടരെയുള്ള മുത്തവാലിയായിട്ട് വിലാനുള്ള തുടരെയായിട്ട് 3 ചവിട്ടടി നടക്കുകയോ അല്ലെങ്കിൽ 3 ചവക്കുകയോ ഒക്കെ ചെയ്താൽ അത് അധികരിച്ച പ്രവൃത്തിയാണ്. സംഗതി ദൂരത്തിലുണ്ട് എന്നുള്ള പ്രശ്നമല്ല നടക്കണോർത്ത്. വൈകാലത്ത് ഈ 3 ചവിട്ടടി നടന്നത് ബിഖദ്രി ഖുതുവത്തിൻ, അവിടെ ഖുതുവത്താ. ഒരു ചവിട്ടടി വെക്കാനുള്ള അകലം, ഒരു കാല് അങ്ങേപ്പുറത്തെ കാലെടുത്തേക്കാൻ ആവശ്യമായ അകലം അത്രേ ഉള്ളൂ. ഈ അകലത്തിനിടയിലാണ് ഈ 3 ചവിട്ടടി നടത്തുന്നത്, എന്നാലും ബാത്തിലാവും. ബിഖദ്രി ഖുതുവത്തിൻ മുഖ്തഫറത്തൻ അല്ല, അവിടെ എന്തൊക്കെ എഴുതി വെച്ചു എന്ന് പറഞ്ഞാൽ ഒരു ചവിട്ടടി പറഞ്ഞ് അങ്ങോട്ട് എടുത്തു വെച്ചാൽ അത് പൊറുക്കപ്പെടുന്നതാണ്. അത്ര ദൂരം തന്നെ ഉള്ളൂ. പക്ഷെ 3 ചവിട്ടടി ചവിട്ടീന് ബാത്തിലാവുന്നു. അപ്പൊ ദൂരം നോക്കിയിട്ടല്ല. ഇനി മറ്റൊന്ന് വെക്ക തഹരീക്കി റസിഹി, തലയെ അനക്കുന്നത് പോലെ, വയദൈഹി 2 കയ്യിലെയും മാനൊപ്പം, തലയും 2 കയ്യും കൂടി ഒപ്പനക്കി, എന്നാലും ബാത്തിലാവൂന്ന്. അവിടെ തുഴഫേലിബിനായിട്ടുള്ള തങ്ങളൊക്കെ പറഞ്ഞതനുസരിച്ച് നമ്മളെ ഒരുവിധം ആളുകളുടെ നിസ്കാരം ഒന്നും സഹിയാവരൊക്കെ ബാത്തില. പക്ഷെ അത് മാറ്റിവെക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരുവിധം നിസ്കാരം ഒന്നും സഹിയല്ലെന്ന് വരും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ റുക്കോയിൽ നിന്നിട്ട് സമി അല്ലാഹു ലിമൻ ഹമിദഹു എന്ന് പറഞ്ഞ് 2 കൈയും മേപ്പോട്ടുണ്ട് ഉയർത്തി കൂട്ടത്തിൽ തലയോണ്ടൊന്നും ഇങ്ങനെ ഉണ്ടാക്കുകയും ചെയ്ത്. അത് ചില ആളുകളൊക്കെ ചെയ്യുന്നതാ. അപ്പോ 2 കൈ അനക്കി തലി അനക്കി നിസ്കാരം ബാത്തിലാവും. അപ്പൊ 2 ഈ കൈ അനക്കൽ സുന്നത്തുള്ളതില് ആയിക്കോട്ടെ, തുടർച്ചയായിട്ട് 3 പ്രവൃത്തിയൊന്നോ അതിൽ നിസ്കാരത്തിൽ പെടാത്തുണ്ടോ? ഉണ്ട്, എന്നാ ബാത്തിലാവുന്ന ഇബ്നു ഹജറുൽ തങ്ങൾ തൊഫേ പറഞ്ഞത്. അങ്ങനെ വന്നാൽ മഹാന്മാരായ ഹാഷ്യക്കാരൊക്കെ അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഫീ ഹർജുൻ കബീർ, അത് വലിയ വിഷമാവും ആളുകൾക്ക്, നിസ്കാരം സഹിയാകാതെ വരും അധികമാണ്. പിന്നെ ഇവിടെ ഉണ്ട് ചില ആളുകൾ, ഞാൻ ആൾക്കാരെ പറയണില്ല, ഇവിടുത്തെ ചില ഇമാമിയങ്ങള് അഗുല്ലക്ക് എന്ന് പറയുന്ന ആ ടീമാണ് അതിന്റെ ആൾക്കാർ. നല്ല ചൊറുക്കുള്ള ഖിറാഅത്തേക്കാരും ആ ഖിറാഅത്തിനനുസരിച്ച് തല ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കും. നിസ്കാരം ഇങ്ങനെ ബാത്തിലായിട്ട് എവിടെ എത്തിയിട്ടുണ്ടാവും അറിയോ? ഇല്ല, നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചു നോക്കിയണോ? ആരൂരെ നിങ്ങൾ ശ്രദ്ധപ്പെട്ടിട്ടില്ലേ? ഇവിടെ ഉണ്ട് പലപ്പോഴും ഈ മിസ്രി ഇമാമിയങ്ങളാണ്. അവരെ പറ്റി ഞാൻ കുറ്റം പറയല്ല, അവരിൽ നിന്നാണ് അധികവും അത് കാണുന്നത്. അല്ലാത്തവരും ചിലപ്പോഴും ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ഈ ഖുർആൻ ഇങ്ങനെ ഓതുന്നതിനനുസരിച്ച് തല ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കും. തല ആട്ടിക്കൊണ്ട് ഖുർആൻ ഓതുമ്പോൾ തുടർച്ചയായിട്ട് 3, 30 ആട്ടലൊക്കെ ഉണ്ടാവും തല. നിസ്കാരം ഇങ്ങനെ ബാത്തിലായിട്ട് പൊടിയായിട്ട് കാറ്റിൽ ഇങ്ങനെ പാറണുണ്ടാവും. നമ്മൾ ഓത്ത് നല്ല ചൊറുക്കുള്ള ഓത്താടെന്നുള്ളവർക്ക് അവിടെ പോയിട്ട് ആ സാധുവിനോട് തുടരാൻ നിൽക്കും. അത് ബാത്തിലാവുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പൊ പറഞ്ഞ അതല്ല, തൊഫയിലൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞ കൈ 2 ഉയർത്തുക, അത് സുന്നത്തുള്ളതാ. 2 കൈ ഉയർത്തലോടൊപ്പം തന്നെ തലയൊന്ന് ഇളക്കിയും കൂടി ചെയ്താൽ നിസ്കാരം ബാത്തിലാവൂന്ന്. എന്നാൽ ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ആ വിഷയം അംഗീകരിച്ചിട്ടില്ല. മഹാനവറുകൾ പറയുന്നു, മത്ലൂബായ ഹറക്കത്ത് എണ്ണേണ്ടതില്ല.
എന്ന് പറഞ്ഞാൽ സുന്നത്തായിട്ട് കൽപ്പിക്കപ്പെട്ട ചലനങ്ങൾ അത് എണ്ണാം കൂട്ടേണ്ടതില്ല. വിരോധിക്കപ്പെട്ട അല്ലെങ്കിൽ സുന്നത്തിൽ പെടാത്ത ചലനങ്ങളെ എണ്ണേണ്ടതുള്ളൂ. അപ്പൊ തരിയും കയ്യും കൂടി അനക്കിയാൽ കൈ സമയം നമിത എന്ന് പറയുമ്പോൾ കൈ ഉയർത്തലും താഴ്ത്തലും സുന്നത്താണ്, അത് എണ്ണണ്ട. പിന്നെ തലയല്ലേ ഒറ്റ പ്രാവശ്യമല്ലേ അനങ്ങണുള്ളൂ, അതുകൊണ്ട് ഭാഗത്തിലാവൂല. അത് പറയാതിരുന്നാൽ സംഗതി ആകെ കുളത്തിലിറങ്ങും. മനസ്സിലായില്ലേ? തൊഫീൽ ഇബ്നു തങ്ങൾ പറഞ്ഞത് ഈ കയ്യനക്കൽ മത്ലൂബാണെങ്കിൽ പോലും മത്ലൂബ് അല്ലാത്ത തലയനക്കൽ കൂട്ടത്തിൽ വന്നാൽ രണ്ടും എണ്ണൂന്ന്. പിന്നെ നമ്മളെ ചില ആൾക്കാരുണ്ട് സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞിട്ട് കൈ എടുത്ത് ആത്തിട്ടാല് ആനന്റെ ചെവി ആടും പോലെ കയ്യ്. അത് കണ്ടിട്ട് നിങ്ങള് ആനന്റെ ചെവി ആടുപോലെ ഇങ്ങനെ ബേക്കും മുന്നക്കും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. ഇതൊക്കെ അവിടെ പിടിച്ച് കെട്ടിക്കൂടെ എന്നാലും അവിടെ അത് പാടില്ല. അതുകൊണ്ട് മാത്രമാവുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം എന്താ, കൈ സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ അറ്റൻഷൻ ആയിട്ട് നിൽക്കാൻ വേണ്ടേ. ഇനി അത് രണ്ട് കൈയും കൂടി ബേക്ക് പോയാൽ രണ്ടായി, അത് ഇങ്ങോട്ട് മുന്നോട്ട് തിരിച്ചു വന്നാൽ നാലായി. നിസ്കാരം പാത്തിരാഞ്ഞ് എവിടെയെങ്കിലും പോണോ? അപ്പൊ ആനച്ചെവി ആടും പോലെ കൈ ആടാൻ നിൽക്കണ്ട, അത് താഴ്ത്തി അറ്റൻഷൻ ആയിട്ട് അവിടെ നിൽക്കുക, ഇളകാൻ പാടില്ല. അതേ സമയത്ത് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറഞ്ഞ അങ്ങനെയല്ലേ, സുന്നത്തായ ഈ കൈ ഉയർത്തല് തന്നെ എണ്ണും കൂട്ടത്തിൽ തല അനക്കലും കൂടി ഉണ്ടായാൽ തന്നെ നമസ്കാരം പാത്തിരാവുന്ന. ഇനി ഒക്കെ താരീഖ് റസീഹി വരഹി പലവുമാൻ ഒന്നിച്ചോ അല്ലാതെയോ. ഇനി ഉൽ ഖത്വത്തു ബിഫത്തിൽ ഖായി, ഖത്വത്ത് എന്ന് പറഞ്ഞാൽ അൽ മറത്തു ഒരു പ്രാവശ്യം, ഒരു ചവിട്ടടിന്ന്. ഖത്വത്ത് എന്ന് പറഞ്ഞാൽ ഒരു ചവിട്ടടി, ഒരു കാലെടുത്ത് വെക്കല് എന്നർത്ഥം. വഹിയ ഉന, ഈ ഖത്വത്ത് എന്ന് ഇവിടെ നമ്മൾ നിസ്കാരം പാത്തിരാവുന്ന ബാബിൽ പറയുന്നത് നഖ്ലു റിജ്ലിൻ, കാലിനെ മാറ്റിവെക്കലാണ്. നഖ്ലു റിജ്ലിൻ അരൂര് അവിടെ നല്ല നോക്കിക്കോളി, അവിടെയൊക്കെ പൊട്ട് പൊള്ളു എന്തൊക്കെ എഴുതി വെച്ചിരുന്നു ഐറ്റങ്ങള്. നഖ്ലു റിജ്ലിൻ ഒരു കാലിനെ നഖൽ ചെയ്യലാണ്. എവിടത്തേക്ക്? ലിൽ അമാമി ഔ ഗൈരിഹി, കണ്ടോ, മുമ്പിലേക്ക് അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഗത്തേക്ക്. ഇമാമല്ല അമാമാണ്. മനസ്സിലായില്ലേ? അവിടൊക്കെ നോക്ക്, തൽക്കാലം വായിച്ചുകാണ്ട് കിതാബ് അർത്ഥം വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ അങ്ങോട്ട് ബസ് ഓർക്കും. എന്തൊക്കെ അങ്ങോട്ട് എഴുതി വെച്ചേക്കായിട്ടുണ്ട്. മുന്നിലേക്ക് കാല് നീക്കുക, അതല്ലെങ്കിൽ വൈരി മുന്നിലേക്കല്ലാതെ ഇടത്തോട്ടോ വലത്തോട്ടോ പിന്നോട്ടോ എങ്ങോട്ട് കാല് നീട്ടിയാലും അല്ല, കാലിനെ നക്കൽ ചെയ്യലാണ്. ഒരു കാലിനെ ഏതെങ്കിലും നാലിൽ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മുന്നോട്ടോ പിന്നോട്ടോ ബാക്കിലേക്കോ അല്ലെ ഇടത്തോട്ടോ വലത്തോട്ടോ നക്കൽ ചെയ്തു. നക്കലമാഹ അതിന്റെ കൂട്ടത്തിൽ നിന്ന് അത് കഴിഞ്ഞ ഉടനെ, കൂട്ടത്തിൽ നിന്ന് പറഞ്ഞാൽ ഒന്നിച്ചോ ചാട്ടം തന്നെ, പിന്നെ നേരത്തെ പറഞ്ഞ തുള്ളൽ തന്നെ വരിക. അങ്ങനെയല്ല, ഇവിടെ മയ്യത്ത് എന്ന് പറഞ്ഞാൽ അഖബിയത്തിന്റെ മാന. ഫൈനക്കലമാഹ അതിന്റെ ഉടനെ നക്കൽ ചെയ്തു. അല്ലുഹറ മറ്റേ കാലും കൂടി, ഒരു കാലം എടുത്തു വെച്ച് താമസിയാതെ ഉടനെ മറ്റേ കാലും എടുത്തു വെച്ചാൽ വലൂബിലാത്ത അഖബിൻ, അത് ഉടനെ ആവട്ടെ ഉടനെ അല്ലാതിരിക്കട്ടെ. ഫഹത്തുവത്താനി, അതിന് രണ്ട് ചവിട്ടടി എന്നാ പറയാ. കണ്ടോ, ഒരു കാല് വെച്ചോടത്തുനിന്ന് എടുത്ത് അപ്പുറത്തേക്ക് വെച്ചാൽ ഒരു ചവിട്ടടി, മറ്റേ കാല് എടുത്ത് അപ്പുറത്തേക്ക് വെച്ചാൽ മറ്റൊരു ചവിട്ടടി. ആണോ? അതെന്താ അങ്ങനെ പറയുന്നത്? അതിപ്പോ എല്ലാവർക്കും തിരിയിലാരൂലേ? അതെന്ന് പറഞ്ഞാല് അത് മൂപ്പര ശേഖുനക്ക് അവിടെ ചെറിയൊരു അഭിപ്രായം ഉണ്ട്. അതുകൊണ്ട് അത് അത്ര പോരാന്ന് വരുത്താൻ വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കാലം എടുത്തു വെച്ചാൽ ഒരു ചവിട്ടടി, അടുത്ത കാലം എടുത്തു വെച്ചാൽ രണ്ടാമത്തെ ചവിട്ടടി. അത് ഉടനെ ആയാലും അല്ല കുറെ കഴിഞ്ഞിട്ടായാലും ഒക്കെയാണ്. മിന്നാജിൽ അങ്ങനെ പറഞ്ഞു. അതന്നെ ബാക്കി എല്ലാവരും പറഞ്ഞു, റംലി ഇമാമും മറ്റും ഒക്കെ പറഞ്ഞു, തൊഫേലും നിയായാലും മോനിയിലും ഒക്കെ പറഞ്ഞത് തന്നെ. പക്ഷെ അവിടെ അങ്ങനെ പറഞ്ഞെങ്കിലും ലാക്കിൻ അല്ലത് ഈ ജസ്മബി ഷെയ്ഖുന ജസ്മായി പറഞ്ഞിരിക്കുന്നത് തന്റെ ഫി ഷറഹിൽ ഇർഷാദി വഗൈരിഹി, ഷറഹുൽ ഇർഷാദിലും വേറെ പല കിതാബുകളിലും 3 or 4 കിതാബുകളിൽ തന്നെ
ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഹൈതമി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്ത്? അന്നനഖലരിജിലിൻ, തീർച്ചയായും ഒരു കാലിനെ മാറ്റിവെക്കുന്നു, മാനഖലിൽ ഉഖറ, മറ്റേ കാലിനെ മാറ്റിവെക്കലോടുകൂടെ എങ്ങട്ട്? ഇലാ മുഹാദാത്തിഹ, ആദ്യം ചവിട്ടി വെച്ച കാലിന്റെ അതേ തൂക്കത്തിലേക്ക് രണ്ടാമത്തെ കാല് മാറ്റിവെച്ചു. വിലാഅൻ, തുടരെയാണെങ്കിൽ ഖത്വത്തുൻ, അത് ഒരു ഖത്വത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉണ്ടോ? അവിടത്തേക്ക് ആരാ ഈ ഇറക്കത്തിട്ട് തീരുന്നുള്ള ഏതോ ഒരു കരിമ്പൊട്ടൻ. അവിടെ ഹറക്കത്തിടേണ്ട ഒരു ആവശ്യമില്ല. കിതാബ് വായിക്കാൻ കിട്ടണോന്ന് പിന്നെ അവിടെ ഹറക്കത്തിടേണ്ട വല്ല ആവശ്യമുണ്ടോ? എന്നാ ഹറക്കത്ത് ഇടുകയാണെങ്കിൽ ചൊകിനിടുക, അതൊട്ടിടൂല്ല. എന്നാ ഹറക്കത്ത് ഇടാതെ പോയിക്കൊള്ളിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. വിരാനായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു കാല് എടുത്തു വെച്ചു, അതേ കാലിന്റെ തൂക്കത്തിലേക്ക് രണ്ടാമത്തെ കാലും എടുത്തു വെച്ച് തുടർച്ചയായിട്ട് വന്നാൽ അത് രണ്ടും കൂടി ഒരു ഖത്വത്തായിട്ടേ കൂട്ടുള്ളൂ എന്ന്. ഖത്വത്തുൻ ഫഖത്ത്, ഒരു ഖത്വത്തായിട്ടേ കൂട്ടുള്ളൂ എന്നാണ് ശറഅൽ ഇർഷാദിലും മറ്റും ശൈഖുന പറഞ്ഞത്. അപ്പൊ അതെല്ലാം മുഅ്തമദ് എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് ഏത് പറഞ്ഞത്? ഒരു കാലെടുത്തു വെച്ചു, എന്നിട്ട് മറ്റേ കാലും എടുത്തു വെച്ചു. അതിന് മുഹാദാത്തിലേക്കാണെങ്കിലും അല്ലെങ്കിലും, ഉടനെ ആണെങ്കിലും അല്ലെങ്കിലും രണ്ട് ചവിട്ടടി എന്ന് തന്നെയാണ് പറയാ. ഇസ്രായേൽ ഇർഷാദ് പറഞ്ഞതനുസരിച്ച് ഇപ്പൊ എന്താ? ഒരു കാല് അവിടെ എടുത്തു വെച്ചു, എന്നിട്ട് അതിന്റെ നേർക്ക് മറ്റേ കാലും ഉടനെ എടുത്തു വെച്ചാൽ അത് ഒരു ചവിട്ടടിയായിട്ടേ കൂട്ടുള്ളൂ എന്ന് ഇസ്രായേൽ ഇർഷാദിലും മറ്റും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് രണ്ടെണ്ണായി കൂട്ടുമെന്നാണ് തൊഹഫയിലും നിഹായയിലും മോനിയിലും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഫൈന്നഖലകുല്ലൻ, ഒരു മറ്റേ കാലും ആറ്റിവെച്ചു. അലത്താഖുബിയന, ഒന്ന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതിന്റെ ശേഷമാണ് മറ്റേ എടുത്തു വെച്ചതെങ്കിൽ ഫഖത്വത്താനി ബിലാനിസാൻ, രണ്ട് ചവിട്ടടിയാണെന്നുള്ളതിൽ ആർക്കും തർക്കൂല. അശറയിൽ ഇർഷാദിലും ഒന്നും ആ തർക്കില്ല. ഒരു കാലെടുത്തു വെച്ച് ഉടനെ മറ്റേ കാലം എടുത്തു വെച്ച് രണ്ടും ഒരേ തൂക്കത്തിലാണെങ്കിൽ ഒന്നാണ് എന്ന് പറയുമ്പോഴും, ഒരു കാലെടുത്ത് വെച്ച് കുറച്ച് കഴിഞ്ഞിട്ടാണ് മറ്റേ കാലെടുത്ത് വെച്ചെങ്കിൽ രണ്ടാവുന്നുള്ള ഈ തർക്കില്ല. ഓക്കെ. ഈ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, ഉറപ്പായിട്ട് അധികരിച്ച പ്രവൃത്തി വന്നാലാണ് ബാത്തിലാകാൻ. വലൂഷക്ക, ഒരാൾക്ക് സംശയം നേരിട്ടു, ഫീ ഫിഅലിൻ, താൻ ചെയ്ത ഏതോ ഒരു പ്രവൃത്തിയെ കുറിച്ച്. എന്താ സംശയം? അഖലീലുൻ ഔ കസീറുൻ, എന്താ സംശയം? അഖലീലുൻ, അത് കുറഞ്ഞ പ്രവൃത്തിയാണോ? ഔ കസീറുൻ, അല്ല അധികരിച്ച പ്രവൃത്തിയാണോ എന്നാണ് സംശയമെങ്കിൽ ഫലാ ബുത്ലാല, അതുകൊണ്ട് ബാത്തിലാവൂല. കാരണം എന്താ? അധികരിച്ചതാണെന്ന് ഉറപ്പുണ്ടെങ്കിലേ ബാത്തിലാവുള്ളൂ. ഇവിടെ അധികരിച്ചതാണോ അല്ലേ എന്ന് ശക്കായത് കൊണ്ട് ബാത്തിലാവൂല. എന്നാൽ ഈ മൂന്ന് ചവിട്ടടി പോലത്തത് കൊണ്ടേ ബാത്തിലാവുള്ളൂ എന്ന് പറഞ്ഞെങ്കിലും വത്ബുത്തുലു, നിസ്കാരം ബാത്തിലായി പോകും. ബിൽ വസ്ബത്തി, നേരത്തെ പറഞ്ഞത് മനസ്സിലായത് തന്നെ ഇവിടെ ഒന്ന് വ്യക്തമായി പറയുന്നു കേട്ടോ. തുള്ളലുണ്ട്, ഒരു സ്ഥലത്ത് നിന്ന് അപ്പുറത്തേക്ക് തുള്ളുന്നു, ചാടുന്നു, അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവുമ്പോ ഇല്ലം തതഅദ്ദദ്, അത് ഒന്നിൽ കൂടുതലില്ലെങ്കിലും ഒറ്റത്തുള്ളൽ തന്നെയാണ്, എന്നാൽ തന്നെ ബാത്തിലാവും. കാരണം നിസ്കാരത്തിന്റെ രൂപത്തിനോട് യോജിക്കാത്ത അവസ്ഥയായതുകൊണ്ട്. കളിതമാശ ഇല്ലാതെ കേട്ടോ, കളിതമാശ ഉദ്ദേശിച്ചുകൊണ്ട് ഒറ്റ പ്രവൃത്തി ചെയ്താലും നിസ്കാരം ബാത്തിലാവും. മനസ്സിലായില്ലേ? ഒരു കയ്യിന്റെ വിരലുകൊണ്ട് ഇങ്ങനെ കളിതമാശ അറ്റി, എന്നാലും കളിതമാശ നിസ്കാരത്തിന്റെ അവസ്ഥയോട് യോജിച്ചതല്ല, അതുകൊണ്ട് നിസ്കാരം ബാത്തില. അത് ഇതിപ്പെട്ടല്ല വേറെ. ഇപ്പോ അധികരിച്ച പ്രവൃത്തി കൊണ്ട് ബാത്തിലാവുന്ന പറഞ്ഞാൽ അധികരിച്ച പ്രവൃത്തി എല്ലാം കൊണ്ടും ബാത്തിലാവുന്ന അല്ല, അതിന് ഒഴിവുള്ളുണ്ട്. ലാത്വബുത്തുലു, നിസ്കാരം ബാത്തിലാകൂല ബിഹറക്കാത്തിൻ ഖഫീഫത്തിൻ, ലഘുവായ അനക്കങ്ങളെ കൊണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞത് വ്യക്തമായ അനക്കങ്ങളാ, ഇത് ലഘുവായ അനക്കങ്ങളാ, അതുകൊണ്ട് ബാത്തിലാവൂല. വൈങ്കസുറത്ത്, അങ്ങനെയുള്ള അനക്കങ്ങൾ അധികരിച്ചുണ്ടെങ്കിലും വത്തവാലത്ത് തുടർച്ചയായിട്ടുണ്ടെങ്കിലും അത് നിസ്കാരം ബാത്തിലാവൂല. അതിപ്പോ എവിടുക്ക? ഇപ്പൊ നമ്മളെ ചില സാധുക്കളിൽ എവിടെ വന്നിട്ട് പല്ലിന്റെ വാല് അടി കൊണ്ട് മുറിഞ്ഞാൽ പടിയും പോലെ അശ്വതല്ല പറഞ്ഞ ബെല്ല് ഇങ്ങനെ പടിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു കൂട്ടരില്ലേ?
അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവൂലെങ്കിലും ബൽ തുക്റഹു കറാഹത്താക്കപ്പെടൂന്ന്. അല്ലെങ്കിൽ എന്താ മാലിക് അൽഫി ഒന്നും പറയണ്ട നിങ്ങള്. ഞമ്മളിപ്പോ അതിനെപ്പറ്റി ചോദ്യം ചെയ്യുന്ന എന്താന്ന് വെച്ചാല് ഈ തൗഹീദിലേക്ക് ഇശാറത്തല്ലേ ഹബീബേ ഈ വരല്? നിങ്ങൾക്ക് ഇപ്പോഴും ഒരു ഉറപ്പില്ലേ പൈല്? ഇതിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കണ എന്താ? ഒന്ന് തന്നെയാണോ അല്ലേ? ആണോ അല്ലേ? ഒന്ന് തന്നെയാണോ അല്ലേ? ഒന്ന് തന്നെയാണോ അല്ലേ? ഇങ്ങക്ക് ഇപ്പോഴും അതിലാണ് ഇഷ്കാല്. ഞമ്മക്ക് ശാഫി മദ്ഹബിക്ക് ഭയങ്കര ഉറപ്പാ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാണ് ചൂണ്ടിയാഞ്ഞ് പിന്നെ അസ്സലാമു അലൈക്കും പറയുന്നത് വരെ അതിങ്ങനെ വല്ല ഇരുമ്പിന്റെ കമ്പി നിൽക്കും പോലെ അനങ്ങാതെ നിൽക്കും. കാരണം അത്ര ഉറപ്പാ നമ്മളെ ഈമാന്. അതിങ്ങനെ ആട്ടിക്കളിച്ചു കൊടുത്താല് നിസ്കാരം ബാത്തിലാവൂലാന്ന് പറഞ്ഞാലും കറാഹത്ത് വരൂന്ന്. വിരലിനെ അനക്കും പോലെ ഔ അസാബി അല്ലെങ്കിൽ ഒന്ന് കൂടുതൽ വിരലുകൾ അനക്കും പോലെ പറഞ്ഞാൽ തസ്ബീഹ് അല്ല സുബ്ഹാനല്ലാഹ് 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 ഇങ്ങനെ പറയുമ്പോ ഓരോ വിരലും ഇങ്ങനെ അനക്കി കൊണ്ടിരിക്കുക. അത് രണ്ടേ അതുണ്ട് കേട്ടോ. സുബ്ഹാനല്ലാഹ് ചൊല്ലണ പോലെ കൂട്ടത്തിൽ രണ്ട് കൂട്ടരുണ്ട്. ഒരു കൂട്ടർ വിരലിനെ കെണിപ്പുമ്പോൾ ഇങ്ങനെ സുബ്ഹാനല്ലാഹ് 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 അങ്ങനെ ഒരു വിരലിന് 3 കണിപ്പുണ്ടല്ലോ. അങ്ങനെ 10 വട്ടം 5 വിരലുകൾ ഇങ്ങനെ കൊണ്ടുവന്ന് തിരിച്ചിങ്ങനെ കൊണ്ടുവന്ന് പിന്നെ ചെറുവിരലുകൾ ഒന്നുകൂടി എണ്ണ 33 ആവും. പക്ഷേ വഫാസാറ് പ്രാക്ടിക്കൽ ക്ലാസ്സിൽ പറഞ്ഞത് അങ്ങനെ ചെയ്യരുത് എന്നാ. എന്താ കാരണം എന്ന് വെച്ചാല് ഈ കരാറ് പണിക്കാർ പണിയെടുക്കും പോലെ എടുത്താളുന്ന. കരാറ് പണിക്കാർ പണിയെടുക്കുന്ന കണ്ടിട്ട് കോണ്ടാക്ട് കൊടുത്തിട്ടേ കരാറ് പണി പറഞ്ഞാൽ തിരിഞ്ഞിട്ട് കോണ്ടാക്ട് 1000 കല്ല് പടത്താൽ ഇത്ര പൈസ എന്ന് പറഞ്ഞിട്ട് കല്ലാശാരിയായിട്ട് കരാറ് ചെയ്യുന്നു. ഒരു കൗക്കോലിനത്തിലെന്ന് പറഞ്ഞിട്ട് മരാശാരിയായിട്ട് കരാർ ചെയ്യുന്നു. പിന്നെ ഓലത് അങ്ങോട്ട് സുബേസ്കരിച്ച് വന്നാല് തുടങ്ങിയാല് മഗ്‌രിബ് ബാങ്ക് കൊടുത്തിട്ട് പിന്നെ അരമണിക്കൂർ പോടും. അതിന്റെ ഇടക്ക് ഓൽക്ക് മൂത്രയിക്കണ്ട, കാഷ്ടിക്കണ്ട, വിശ്രമിക്കണ്ട, ഒന്നും വേണ്ട. കാരണം എന്താ? എടുക്കുന്ന പണിക്കനുസരിച്ചാ കൂലി. അപ്പൊ അതാണ് തീർക്കല. അങ്ങനെ എന്തായി ചെല്ലണമെന്ന് ചെല്ലണോന്നും തിരിയില്ല, കേൾക്കണോന്നും തിരിയില്ല. അങ്ങനെ വേണ്ട. വിരൽ ഓരോന്നും ഇങ്ങനെ മടക്കുക. സുബ്ഹാനല്ലാഹ് 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 എന്നതുപോലെ വിരൽ ഇങ്ങനെ അനങ്ങാണ്, തുടർച്ചയായിട്ടാണ്. അതുകൊണ്ട് ബാത്തിലാവൂലാന്ന്. കതഹരീക്കി ഇസ്ബൈൻ ഔ അസാബിഅ. ഒരു വിരൽ അനക്കുന്നു അല്ലെങ്കിൽ കുറെ വിരലുകൾ അനക്കുന്നു. ഒരു വിരൽ അനക്കാരനെ നേരത്തെ പറഞ്ഞ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അനക്കുന്നത് പോലെ. അതുപോലെ തന്നെ അസാബി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സുബ്ഹാനല്ലാഹ് അല്ലെങ്കിൽ തസ്ബീഹ് സ്കരിക്കാൻ നോക്കിക്കോളി. തസ്ബീഹ് സ്കരിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു അക്ബർ ഇങ്ങനെ മടക്കി കൊടുക്കുക. അതുകൊണ്ടൊന്നും നിസ്കാരം ബാത്തിലാവൂല. എന്തിന് ഫീ ഹക്കി എന്നാണോ? ചൊറിയാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ അത് സുബ്ഹത്തിൻ തസ്ബീഹ് ഇല്ല. സുബ്ഹത്ത് അതാ തസ്ബീഹ് ചെല്ല. തസ്ബീഹ് ചെല്ലുന്നതിലോ അല്ലെങ്കിൽ ചൊറിയുന്നതിലോ ഒക്കെ ഉപയോഗിക്കുന്ന വിരലുകൊണ്ട്. അതുകൊണ്ട് ബാത്തിലാവൂല. കറാലിഫിഹി മുങ്കയ്യാണെങ്കിൽ ഇത് മുങ്കൈ ഉറച്ചു നിൽക്കലോടുകൂടി വിരല് മാത്രം ഒന്നുമല്ല ഇതിനെ അപ്പുറക്കാരം വെറും പണി കൂട്ടിയിട്ട് സാർ അതിന് പറയത് സാധാരണ കരാറ് പണി എടുക്കുകയെന്നാ. അങ്ങനെ കരാറ് പണി എടുത്ത് തീർക്കണ്ട. വിരലിങ്ങനെ അപ്പൊ ഈ വിരല് നിസ്കാരത്തിൽ അങ്ങനെ എണ്ണേണ്ടി വന്നാൽ വിരല് മാത്രം മനങ്ങുകയാണെങ്കിൽ അതുകൊണ്ട് കാര്യമില്ലാതെ ആണെങ്കിൽ കറാത്ത് വരും. കാര്യം ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഔജഫിനിൻ അല്ലെങ്കിൽ കണ്ണിന്റെ പോൾ അനക്കുക. ഇങ്ങനെ കൂട്ടിയും തുറന്നു അടച്ചും തുറന്നു നിൽക്കുക കണ്ണ്. ഔഷഫത്തിന്റെ അല്ലെങ്കിൽ ചുണ്ട് വെറുതെ ഇങ്ങനെ ചുണ്ട് അനക്കി കൊടുക്കുക. ചെല്ലല്ല, ചെല്ലുമ്പോ അനങ്ങണ പിന്നെ കൂടാതെ കഴിയൂലല്ലോ. വെറുതെ അനക്കുക. ഔദക്കരിൻ അല്ലെങ്കിൽ ദക്കർ ഇങ്ങനെ അനക്കുക. പറഞ്ഞാൽ അനങ്ങിയിരിക്കും. ഇന്തിഷാറാണ് സമയത്തൊക്കെ അനങ്ങോലോ, അങ്ങനെ ആയിരിക്കും. ഔലിസാനിൻ അല്ലെങ്കിൽ നാവിനെ അനക്കുക. ഇങ്ങനെ ഉള്ള ലഘുവായ അനക്കങ്ങളൊന്നും അധികരിച്ച് തുടർച്ചയായി വന്നാലും നിസ്കാരം ബാത്തിലാവൂല. പക്ഷേ കാര്യമില്ലാതെ ചെയ്യുകയാണെങ്കിൽ കറാത്ത് വരുമെന്ന്. എന്താ അവിടെ അധികരിച്ച പ്രവൃത്തിയാണെങ്കിൽ പോലും ബാത്തിലാവൂല എന്ന് പറയാൻ കാരണം ഈ ഇവകളൊക്കെ ഈ വിരല്, അതുപോലെ തന്നെ ചുണ്ട്, നാവ്, ദക്കറ് തുടങ്ങിയതൊക്കെ താബിയത്തുല്ലി മഹാലിഹ അതിന്റെ സ്ഥാനങ്ങളിൽ താബിയ. സ്ഥാനം ഇറങ്ങണമെന്നല്ലോ. വിരല് കയ്യിന്റെ ഭാഗ്യം, തലമപ്പെട്ടതാണ് ചുണ്ട്, നാവ്, അതുപോലത്തെ അതൊക്കെ അതിൻ്റെതായ സ്ഥലം ഇറങ്ങുന്നില്ല. ആ സാധനം മാത്രം ഇറങ്ങുന്നേ ഉള്ളൂ. അതുകൊണ്ട് കല്ല സാബി വലുതാരിക്ക
ഏത് അതാതിന്റെ സ്ഥലത്ത് നിന്നുകൊണ്ട് അനങ്ങുമ്പോൾ സ്ഥലം അനങ്ങാതെ അതിന്റെ സ്ഥലത്ത് നിന്ന് അനങ്ങുമ്പോൾ ബാത്തിലാവൂല എന്ന് പറഞ്ഞത് കൊണ്ടിട്ട് ബഹസായിട്ട് ചില ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണത്? അന്നഹർക്കത്തൽ ലിസാനി, നാവിന്റെ അനക്കം, ഇൻകാലത്ത് ആ അനക്കമാണെങ്കിൽ മാതവീരി, ആ നാവിനെ തെറ്റിച്ചതിനു ശേഷം അൻമഹല്ലി, അതിന്റെ സ്ഥലത്ത് നിന്ന് സ്ഥലം തന്നെ വായിൽ നെറ്റിക്കാൻ തന്നെ വായിലേക്ക് പുറത്തു കൊണ്ടുവന്നതിന് ശേഷമാണെങ്കിൽ അബുത്തല സലാസുൻ മിൻഹ, ഈ നാവ് കൊണ്ടുള്ള ഹർക്കത്ത് ആ അനക്കത്തിൽ നിന്നിട്ട് തുടർച്ചയായിട്ട് 3 വട്ടം ഉണ്ടായ ബാത്തിലാവും എന്ന് പറഞ്ഞാൽ നാവ് വായിന്ന് പുറത്തേക്ക് നീട്ടിയിട്ട് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ ഇളക്കിയാൽ ബാത്തിലാവും. കാരണം എന്താ? അതിന്റെ സ്ഥലത്തല്ലല്ലോന്ന്, സ്ഥലത്തുനിന്ന് പുറത്തിയാടിയല്ലോന്ന്. തന്നെയല്ല കാല ശൈഖുന ഇബ്രാഹിം ഇത്തമി തങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്, മൊത്തമൊരു നല്ല സാധ്യത ഉണ്ടാ പറഞ്ഞത്. ഏത് ബഹസാണെങ്കിൽ പോലും അതൊരു നല്ല ന്യായമുള്ള ബഹസ് തന്നെയാണ്. കാരണം സ്ഥാനത്തുനിന്ന് പുറത്തു വന്നിട്ടുണ്ടല്ലോ. പക്ഷെ അവിടെ മൊത്തമത് നാവ് എന്തായാലും നാവിന്റെ കുറ്റി അവിടെ ഉറച്ചിട്ടുണ്ട്, തുഞ്ചയെ പുറത്തു വന്നിട്ടുള്ളൂ, അത് ഇളകിയതിനോട് ബാത്തിലാവൂലാന്ന് തന്നെ. ഇനി വഖറജബിൽ അസാബി, വിരലുകളെ കൊണ്ടിട്ടുള്ള അനക്കം കൊണ്ട് ബാത്തിലാവൂലാന്ന് പറഞ്ഞു. അതുകൊണ്ട് പുറപ്പെട്ടു കഫു, മുങ്കൈ അനക്കാൻ എന്തായാലും ബാത്തിലാവൂ. വിരല് മാത്രം അനക്കുമ്പോൾ ഈ കറാത്തേ വരുള്ളൂ, ബാത്തിലാവൂലാന്ന് പറഞ്ഞു. ഫതഹരീഖുഹ, ഈ മുങ്കൈനെ അനക്കൽ സലാസൻ 3 പ്രാവശ്യം അനക്കൽ, വിലാൻ തുടർച്ചയായിട്ട് അനക്കൽ, മുബത്തിലുൻ, അത് നിസ്കാരത്തെ ബാത്തിലാക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഇല്ല യക്കൂന ബി, ഒരാൾക്ക് ഉണ്ടെങ്കിൽ വെച്ച് ജർബുൻ, ചൊറിച്ചില്. എങ്ങനത്തെ ചൊറിയാണ്? ലായസ്ബിറു മാഹു, അത് സാധാരണഗതിയിൽ ആ ചൊറിയോടുകൂടി സബൂർ ചെയ്യാൻ കഴിയൂല. എന്തിനെ? അല ആദമിൽ ഹക്കി, ചെറിയാതിരിക്കാൻ. ചൊറിച്ചില് വന്നിട്ട് മാന്തി ചൊറിയാതിരിക്കാൻ പറ്റാത്ത നിരക്കുള്ള അസഹ്യമായ ചൊറിച്ചിൽ വന്നു, അങ്ങനെ ബനങ്ങട്ട് മാന്തിയതാ, എന്നാ പിന്നെ അതൊരു ഒലബത്ത് വന്നതുകൊണ്ട് സാരമില്ല. ഫലാത്തുബത്തുൽ വെറൂറത്തിന്റെ ഒരു അവസ്ഥ ആയതുകൊണ്ട്. അതേ സമയത്ത് കൈ ഇങ്ങനെ അവിടെ കൊണ്ടുപോയി വെച്ച് വിരലുകൊണ്ട് മാത്രം മാന്തിയാ മാറുന്ന ചൊറിച്ചിലാണെങ്കിൽ അവിടെ കൈ കൊണ്ട് ഒന്നിച്ച് മാന്തിയാ മാത്രമാവും. ഇത് അങ്ങനെയല്ല, ചൊറിയോണ്ട് ഇങ്ങോട്ട് സഹിക്കാൻ കഴിയുന്നില്ല, വിരലുകൊണ്ടൊന്നും മാന്തിയിട്ട് മാറണില്ല, അതിലും കിട്ടി മാന്തിയതാ, എന്നാ പിന്നെ ഇപ്പൊ ദറൂറത്തായതുകൊണ്ട് അവിടെ ബാത്തിലാവൂലാന്ന്. ഇങ്ങനെ സഹിക്കാൻ കഴിയാത്ത ചൊറിയാവുമ്പോ കൈ അനങ്ങിയിട്ട് മാന്തിയാലും എന്താവൂല, നമസ്കാരം ബാത്തിലാവൂല എന്ന് പറഞ്ഞല്ലോ. അതിനെപ്പറ്റി ശൈഖുന പറയാം, യോഹുദുമിന്നു അപ്പറഞ്ഞതിൽ നിന്നിട്ട് ദറൂറത്തായത് കൊണ്ടിട്ട് അവിടെ ബാത്തിലാവൂല എന്ന് പറഞ്ഞതിൽ നിന്നിട്ട് പിടിക്കപ്പെടാം. അന്നമൻ, ഒരു ചങ്ങാതി ഉബുത്തുരിയ, അയാളുടെ പരീക്ഷണം വിധേയനാക്കപ്പെട്ടു, എന്നാൽ രോഗിയാണ്. ബിഹർക്കത്തിൻ ഇൽത്തിറാറിയത്തിൻ, അനിയന്ത്രിതമായ ചലനം എന്ന് പറഞ്ഞാൽ ഇവന്റെ ഇഖ്തിയാരിയല്ലാണ്, ഇവൻ ബോധപൂർവം ചെയ്യുന്നതല്ല. അങ്ങനെ യൻഷു അൻഹ, ആ അനക്കത്തിൽ നിന്നും ഉണ്ടായിത്തീരും അവരും കസീറുൻ, അധികരിച്ച പ്രവർത്തി. ഉദാഹരണം, നല്ല തണുപ്പുള്ള ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടു, കൊടും തണുപ്പാ. ഉദാഹരണം, മദീനയൊക്കെ തണുപ്പുള്ള കാലത്തിലേക്ക് അങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ നിസ്കരിക്കുന്നതിന്റെ ഇടക്ക് കാറ്റ് കണ്ടടിച്ചാൽ അറിയാതെ ശരീരം ഇങ്ങനെ കിടുകിട വറച്ചു, അജാതി തണുപ്പാണിക്കാരം, അതിൽ പോകാൻ ഇഖ്തിയാറൊന്നുമില്ല. അപ്പൊ ആ കിടകിട വറക്കുന്നതിൽ ഇവന്റെ കയ്യും അനങ്ങുന്നുണ്ട്, തലയും അനങ്ങുന്നുണ്ട്, ശരീരം ആകെ ഇളകുന്നുണ്ട്. എന്നാലും സാരല്ല, സൂമിയഫി, അതിൽ വിസാമാറ്റി ചെയ്യപ്പെടും, വിടുതി ചെയ്യപ്പെടും. കാരണം ഓന്റെ വെറൂറത്താണ്, കാരണം അവന്റെ ഇഖ്തിയാരിയായ പ്രവൃത്തിയല്ലല്ലോ എന്നതുകൊണ്ട് അവിടെ അധികരിച്ച പ്രവൃത്തി വരുന്നുണ്ടെങ്കിൽ പോലും ബാത്തിലാവൂല. ഇനി കയ്യിനെ കൊണ്ടുപോവുക, എന്നിട്ട് അതിനെ കെട്ടിനെ തിരിച്ചുകൊണ്ടിരിക്കുക. അലത്തവാലി, തുടരെയായിട്ട് ബിൽഹക്കി, ചൊറിയാൻ വേണ്ടിയിട്ട് കൈ ഇങ്ങോട്ട് എടുത്തിട്ട് ചൊറിയേണ്ട സ്ഥലത്ത് വെച്ചിട്ട് ഒറ്റ മാന്തിട്ട് ഇങ്ങനെ നിർത്താതെ തന്നെ അവിടെ കൊണ്ടുവന്നാൽ അത് മർറത്തുൻ വാഹിദ, ഒരു വട്ടായിട്ടാണ് ഉണ്ടാകുക. നെഞ്ഞിന്റെ അടുത്ത് കെട്ടിയതാണല്ലോ, ഈ നെഞ്ഞിന്റെ അടുത്ത് കെട്ടിയ കയ്യിനെ അവിടുന്ന് ഉയർത്തിയിട്ട് ചൊറിയേണ്ട സ്ഥലത്ത് കൊണ്ടുപോയി വെക്കല് മർറത്തുൻ വാഹിദ, ഒരു വട്ടായിട്ട് കൂട്ടാ. അപ്പൊ ഇവിടുന്ന് എടുത്തു ഒന്നും അവിടെ വെച്ചൊന്നും 2ആയിട്ട് കൂട്ടാണ്ടില്ല, ഇടക്ക് നിർത്താതെ എങ്ങനെയാണ് കൊണ്ടുപോയാൽ 1ആയിട്ട് കൂട്ടാം. ഇനിത്തസല അഹദുഹുമാ ബിൽ ആഖിരി, ഇവിടുന്ന് എടുക്കലും അവിടെ വെക്കലും ഇടമുറിയാതെ തുടർച്ചയായിട്ട് പോയാൽ 1ആയിട്ടേ കൂട്ടേണ്ടതുള്ളൂ. വയില്ല, ഇവിടുന്ന് എടുത്തിട്ട് കുറച്ചു നേരം ഇങ്ങനെ നിന്നിട്ട് പിന്നെ അവിടെ കൊണ്ടുപോയി വെച്ചിട്ടാണെങ്കിലോ ഫകുല്ലുൻ മറത്തുൻ, ഇവിടുന്ന് എടുത്തൊരു വട്ടവും അവിടെ വെച്ചൊരു വട്ടമായിട്ടും കൂട്ടും. അലമസ്തൽഹറഹു ശൈഖുന, അങ്ങനെയാണ് വാഹിർ എന്നാണ്
ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ ത്വഫയിൽ പറഞ്ഞത്. അപ്പൊ ഇവിടുന്ന് എടുത്ത് ഇങ്ങനെ ഇട നിർത്താതെ കൊണ്ടുപോയിട്ടാണ് വെച്ചാൽ ഒന്നായിട്ട് കൂട്ടും. അതേ സമയത്ത് ഇവിടുന്ന് എടുത്ത് കുറച്ചു നേരം നിർത്തി എന്നിട്ട് പിന്നെ അവിടെ കൊണ്ടുവച്ചാൽ രണ്ടായിട്ടും കൂട്ടും. അപ്പോ അധികരിച്ച ഉറപ്പുള്ള പ്രവൃത്തി മനഃപൂർവ്വം ഹറാമാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. കുറഞ്ഞതാണ് എന്ന് ഉറപ്പുണ്ടോണ്ട് ബാത്തിലാവില്ല, കുറഞ്ഞതോ അധികരിച്ചോ സംശയമുള്ളതാണെങ്കിൽ അതുകൊണ്ടും ബാത്തിലാവില്ല. ഇനി മൂന്നാമത്തെ കാര്യമാണ് ഇൻഷാ അല്ലാഹ് പിന്നീട് സംസാരിക്കുന്നതിനെ പറ്റി. എവിടെ നമ്മളെ സൂര്യൻ എന്നാലും ഒന്നും കണ്ടിട്ടില്ല കേട്ടോ, എവിടെ പോയി. അതുപോലെ നമ്മളെ ഇഷ്കുവിനെ 2 ദിവസമായിട്ട് കണ്ടിട്ടില്ല. മിഞ്ഞാന്ന് ഒരു ഇഷ്കാലി വെച്ചിനി. ഇഷ്കുവിന് മറുപടി പറയാൻ അന്ന് അത് സമയമില്ലാത്ത സമയത്ത് വന്നിട്ട് ചോദിച്ച ചോദ്യവും കുറച്ച് പ്രസക്തമായ പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് അന്ന് അത് പറയാതെന്നതാ. പിന്നെ ഇഷ്കുവിനെ കണ്ടിട്ടില്ല 2 ദിവസമായിട്ട്. അതുപോലെ തന്നെ ഇന്നലെ മിഞ്ഞാന്ന് വന്നു നമ്മളെ സുഹരിനെയും കണ്ടിട്ടില്ല. വല്ല എതിറുമായിട്ട് ഇവിടെ പോയോ അതല്ല എവിടെയെങ്കിലും ഒളിച്ച് ബേക്കിൽ ഇങ്ങനെ കുത്തിരിക്കുകയാണോന്ന് അല്ലാഹു റസൂലും ആയാലും. ഏതായാലും അന്ന് സൂര്യൊക്കെ ഉണ്ട് ഇവിടെ. ഇനി അതോ ഇനി ഇസ്കാര് ആരൂര് ചോദിച്ചോട്ടെ എന്ന് ഉണ്ടാകുന്നതാ. അങ്ങനെയാകാം. ചിലപ്പോ വല്ല ദേഷ്യം പിടിച്ചെന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് കിട്ടണ ആലൂരിനെ കിട്ടിക്കോട്ടെ എന്ന് എഴുതിയിട്ട് ചിലപ്പോ സൂര്യം ഉണ്ടാകും. ചിലപ്പോ സൂര്യക്ക് കിട്ടിക്കോട്ടെ എന്ന് എഴുതിയിട്ട് ആലൂരും ഉണ്ടാകും. മനസ്സിലായില്ലേ? ഏതായാലും സ്നേഹമുള്ളവരോടെ ദേഷ്യം പിടിക്കുള്ളൂ, അത് മേടിച്ചണ്ട. അല്ലാത്തവരോട് ദേഷ്യം പിടിക്കൂല. ഒഴിഞ്ഞ് കുറച്ച് പോയത്തം പറഞ്ഞാലും അവരോട് ദേഷ്യം പിടിക്കൂല. ഇന്നലെ എന്താ ഞാനെന്ന് അറിഞ്ഞില്ല. ഇന്നേതായാലും ഉണ്ട് ഓർച്ചു കാട്ടേമയ്ക്ക് കിട്ടും.